ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഈ ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ഒരു സാംസ്കാരിക സദസ്സ് നടക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞൊരു 10-40 കൊല്ലമായിട്ട് കേരളത്തിലും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്ക് വളരെ സ്വാധീനമുള്ള മേഖലകളിലുമെല്ലാം ഈ സംസ്കാരത്തിനെക്കുറിച്ച്, മതേതരത്വത്തിനെക്കുറിച്ച്, ജനാധിപത്യത്തെക്കുറിച്ചൊക്കെ സെമിനാറുകളും സംവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. 1960-കളിൽ 70-കളിലൊന്നും ജനാധിപത്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചൊന്നും വലിയ സിമ്പോസിയങ്ങളോ സെമിനാറിൻ്റെയോ ഒന്നും ആവശ്യകതയുണ്ടായിരുന്നില്ല. കാരണം എല്ലാവർക്കും അത്യാവശ്യം സംസ്കാരം ഉണ്ടായിരുന്നു, ജനാധിപത്യ ബോധവും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇപ്പം മതേതരത്വ ബോധവുമില്ല, ജനാധിപത്യ ബോധവുമില്ല, സാംസ്കാരിക ബോധവുമില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് തന്നെ. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് വളരെയധികം വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങളുമായിട്ട് ഇടപഴകുന്ന സർക്കാർ ജീവനക്കാർ ചിന്തിക്കേണ്ടത്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭദ്രത, രാഷ്ട്രത്തിൻ്റെ പുരോഗമനം കൈവരിക്കുന്നത് ജനാധിപത്യ ചിന്തകളിലൂടെയും സാംസ്കാരിക ചിന്തകളിലൂടെയും മതേതര ദർശനങ്ങളിലൂടെയുമാണ്. അതിന് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള ഐക്യം, ജനവിഭാഗങ്ങൾ തമ്മിലുള്ള സംവാദം, സംഭാഷണം, ഇതൊക്കെ വളരെയധികം അനുപേക്ഷണീയമായിട്ടുള്ള ഘടകങ്ങളുമാണ്. പ്രത്യേകിച്ച് 1990-കൾ മുതൽ രാജ്യത്തും ലോകത്തിലും ഉണ്ടായിട്ടുള്ള ആഗോളവൽക്കരണവും അതിനോടനുബന്ധിച്ച സ്വകാര്യവൽക്കരണവുമൊക്കെ ലോക ജനതയെ തന്നെ ഒരു വിഭാഗീയ ചിന്താഗതിയുടെ, സ്വാർത്ഥതയുടെ, സ്വജനപക്ഷപാതത്തിൻ്റെ, അധികാരപ്രമത്തതയുടെ വേദികളിലേക്ക് തള്ളിവിട്ടു. മനുഷ്യനോട് കാണിക്കുന്ന സ്നേഹവും മനുഷ്യനോട് കാണിക്കുന്ന പ്രേമവും സാഹോദര്യവും ഒന്നും ഇല്ലാത്തൊരു ലോകത്തെയാണ് ആഗോളവൽക്കരണം അല്ലെങ്കിൽ സ്വകാര്യവൽക്കരണമൊക്കെ സൃഷ്ടിച്ചെടുത്തത്. അതായിരുന്നു സാമ്രാജ്യത്വ ശക്തികളുടെ ഏറ്റവും വലിയ ആവശ്യകതയും. സാമ്രാജ്യത്വ ശക്തികളും മൂലധന ശക്തികളുമാണ് ലോകം ഭരിക്കുന്നത്, നമുക്കെല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യമാണ് ലോകത്തിലുള്ളത്. ആ മൂലധന ശക്തികളാണ് ലോകത്തിൻ്റെ മിക്കവാറും രാഷ്ട്രങ്ങളുടെ പ്രസിഡന്റുമാരെയും പ്രധാനമന്ത്രിമാരെയും നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, തുർക്കിയിലെ എർഡോഗാൻ, അല്ലെങ്കിൽ ബ്രസീലിലെ ഭരണാധിപൻ, ഇന്ത്യയിലെ അടക്കമുള്ള പ്രധാനമന്ത്രി, അങ്ങനെ പല രാജ്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ പോളണ്ടിലെയും ഹംഗറിയിലെയും ഒക്കെ ഇപ്പോഴത്തെ പ്രസിഡന്റുമാരൊക്കെ അവരെയൊക്കെ അധികാരത്തിലേറ്റുന്നത് വൻകിട മൂലധന ശക്തികളാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു 1.5 മാസം മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ പിന്നിൽ, അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരന്ന 4 പേര്. ഒരാൾ എലോൺ മസ്ക് ആണ്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ. രണ്ടാമത്തെ ആൾ ആമസോണിൻ്റെ ഉടമസ്ഥൻ ജെഫ് ബോയ്സ്. മൂന്നാമത്തെ ആൾ ഫേസ്ബുക്കിൻ്റെ ഉടമസ്ഥൻ മാർക്ക് സുക്കൻബർഗ്. നാലാമത്തെ ആൾ ആപ്പിൾ അല്ലെങ്കിൽ ഐഫോണിൻ്റെ ഏറ്റവും വലിയ ചെയർമാനായ ആന്ധ്രാപ്രദേശുകാരനായ സുന്ദർ പിച്ചായ്. വ്യക്തമായ സന്ദേശമാണ്, ഞങ്ങളാണ് ലോകം ഭരിക്കുക. അത് പ്രസിഡന്റ് ബുഷ് ഇവരെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരും അങ്ങോട്ടും പറഞ്ഞു. ഇന്ത്യ ഭരിക്കുന്നത് അഡാനിയും അംബാനിയുമാണ്, അല്ലാണ്ട് പ്രധാനമന്ത്രി ഒന്നുമല്ല. വളരെ വ്യക്തമാണ് ഓരോ ദിവസത്തെ സംഭവങ്ങളും പരിശോധിക്കുമ്പോൾ. പക്ഷേ ഈ മൂലധന ശക്തികളുടെ രാഷ്ട്രീയം ലോക ജനതയ്ക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ലോകത്തിൻ്റെ ദുരന്തം. ഇന്ത്യയിൽ 25 കുടുംബങ്ങളാണ് ഈ രാജ്യത്തിനെ നിയന്ത്രിക്കുന്നത് എന്ന് ഇപ്പോഴുള്ള അവസ്ഥയല്ല, പഴയ കാലഘട്ടം മുതലൊക്കെ ഇത്തരത്തിലുള്ളൊരു മൂലധന ശക്തികളുടെ ആധിപത്യം വളർന്നു വരുമ്പോൾ അതിനെതിരെ പ്രതിരോധിക്കാനും അതിനെതിരെ പറയാനും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ മാത്രമേ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളൂ. 1960-കളിൽ ഉണ്ടായിട്ടുള്ള സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഒരുവിധം അതിനെതിരെ പ്രതിരോധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് മൂലധന രാഷ്ട്രീയത്തിൻ്റെ സമഗ്രാധിപത്യത്തിൻ്റെ കീഴിലാണ് ലോകത്തിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനതയും. ആധുനിക സൗകര്യങ്ങൾ, ആധുനികമായ ജീവിതമായ നിലവാരങ്ങൾ, എല്ലാ മേഖലകളിലും ലൗകികതയും ആഡംബരതയും വർദ്ധിക്കുന്ന ജീവിത സൗകര്യങ്ങൾ, ഇതൊക്കെയാണ് ജനത കാക്ഷിക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ജീവിത സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ആഡംബരതയിലും അതിൻ്റെ ലൗകികതയിലും മുഴുകുമ്പോൾ ഇല്ലാതെയാകുന്നത് ചിന്തകളും ദർശനങ്ങളും സിദ്ധാന്തങ്ങളുമാണ്.
ഇന്ന് ഫാസിസ്റ്റ് പ്രവണതയ്ക്കെതിരെ, മൂലധന ശക്തികളുടെ രാഷ്ട്രീയത്തിനെതിരെ പ്രതികരിക്കാൻ ഇന്ത്യയിലടക്കമുള്ള ജനങ്ങൾ തയ്യാറാകാത്തത് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം വരുന്ന ജനങ്ങളുടെ ചിന്താഗതിയും ജീർണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ദാർശനികമായിട്ടുള്ള അവബോധമില്ലായ്മ ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം എത്രയോ കൊല്ലമായിട്ട് പാലസ്തീൻ 948 മുതൽ പാലസ്തീൻ ആക്രമണത്തിന് വിധേയമാകുന്നു. ഇപ്പം ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് 4-5 ലക്ഷം ആൾക്കാർ അഭയാർത്ഥികളായി. 10-60,000 പിഞ്ചു കുഞ്ഞുങ്ങളെയൊക്കെ കൊടും ക്രൂരനായ നെതന്യാഹു കൊലപ്പെടുത്തി പട്ടാളത്തിനെ ഉപയോഗിച്ച്. ഈ ഇരിക്കുന്ന നിങ്ങളോ കേരളത്തിലെയോ അല്ലെങ്കിൽ ഇന്ത്യയിലെയോ ലോകത്തിലെയോ ഒരു മനുഷ്യൻ പോലും ഒരു തുള്ളി കണ്ണുനീര് പാലസ്തീന് വേണ്ടി ഇന്നേ വരെ പൊഴിച്ചിട്ടില്ല. വല്ലവരും ഉണ്ടായിരിക്കാം ജനക്കൂട്ടത്തിൽ. അങ്ങനെയുള്ളൊരു ലോകത്തിനെ സൃഷ്ടിച്ചു എന്നുള്ളതാണ് ഫാസിസത്തിൻ്റെ വിജയം. പ്രതികരിക്കാൻ ശേഷിയില്ലാത്തൊരു ജനത, അന്യൻ്റെ ഭീകരമായ ദുഃഖം കാണുമ്പോഴും തട്ടഹസിച്ച് അതിൽ ആനന്ദിക്കുന്ന ജനത, അതാണെന്ന് ലോകത്തിലെ ജനത ഭൂരിഭാഗം. ഡൊണാൾഡ് ട്രംപ് മനുഷ്യവിരുദ്ധമായ നയങ്ങൾ ഈ കഴിഞ്ഞ 1 മാസത്തിലുള്ള നടപ്പിലാക്കിയപ്പോൾ പ്രതിരോധിക്കാൻ ആരുമില്ല. മിക്കവാറും ഭരണകൂടങ്ങൾ ട്രംപിനെ അനുകൂലിക്കുകയാണ്. രാഷ്ട്രീയം അല്ലെങ്കിൽ സാംസ്കാരിക അല്ലെങ്കിൽ സാമൂഹികപരമായ വശങ്ങളെന്ന് പറഞ്ഞാൽ സമൂഹത്തിലുണ്ടാകുന്ന ഗഹനമായ വിഷയങ്ങളെക്കുറിച്ച് അപഗ്രഥിക്കുകയും പഠിക്കുകയും അത് സത്യസന്ധമായി വിലയിരുത്തിക്കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയ പ്രവർത്തനം. ആ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ചെറിയ ചെറിയ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കലല്ല. ഗഹനമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് മഹാത്മാഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർക്ക് സ്വാതന്ത്ര്യ സമരം നയിക്കാനായതും സ്വാതന്ത്ര്യം ലഭിച്ചതും നമുക്ക്. അപ്പോൾ ഈ മൂലധന ശക്തികളുടെ അതിപ്രസരത്തിൻ്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള പ്രതികരണശേഷിയില്ലായ്മ, അനീതിയും അധർമ്മവും അസഹിഷ്ണുതയും സ്നേഹമില്ലായ്മയും മര്യാദയില്ലായ്മയും ഒക്കെ കണ്ടാൽ ജനങ്ങൾ പ്രതികരിക്കുന്നേയില്ല ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ. അങ്ങനെ ജനങ്ങളെ പ്രതികരിപ്പിക്കേണ്ട, അവരുടെ ഇടയിലേക്ക് ചിന്താശേഷിയെ വളർത്തിക്കൊണ്ടുവരുവാൻ സർഗാത്മകമായിട്ടുള്ള പ്രക്രിയകൾ ചെയ്യാൻ പറ്റുന്ന വിഭാഗമാണ് സർക്കാർ ഉദ്യോഗസ്ഥർ. ആ ഒരു വലിയ ഉത്തരവാദിത്വം സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മനസ്സിലും മസ്തിഷ്കത്തിലും എപ്പോഴും ഉണ്ടായിരിക്കണം. സാമൂഹിക പ്രതിജ്ഞാബദ്ധത ഉണ്ടാകുന്നത് ആശയപരമായ പ്രബോധനത്തിലൂടെയാണ്, സംഘടനാപരമായിട്ടുള്ള പാഠവത്തിലൂടെയാണ്. ആശയപരമായ പ്രബോധനവും സംഘടനാ പാഠവും കൊണ്ടാണ് കേരളത്തിലെ പഴയ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളർന്നു വന്നത്. ദേശീയ പ്രസ്ഥാനവും ഈ രാജ്യത്ത് വളർന്നു വന്നത് ആശയപ്രബോധനത്തിൻ്റെയും സംഘടനാ പ്രവർത്തനത്തിൻ്റെയും ഫലമായിട്ടാണ്. ഇന്ന് അസന്നിഗ്ധമായ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവർ ഈ രാഷ്ട്രത്തിലില്ല, ലോകത്തിലില്ല. മാനവികതയ്ക്ക് വേണ്ടി, സമത്വബോധത്തിന് വേണ്ടി, സാഹോദര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന എത്രമാത്രം സത്യസന്ധമായ പ്രസ്ഥാനങ്ങൾ ഈ ലോകത്തിലുണ്ടെന്ന് നിങ്ങൾ തന്നെ പരിശോധിച്ചു നോക്കൂ. അപ്പോൾ അറിയാം അതിൻ്റെ ഏറ്റവും വലിയ ക്ഷീണം നമുക്ക്. എല്ലാവരും പ്രചരിപ്പിക്കുന്നത് ഈ മൂലധന ശക്തികളുടെ രാഷ്ട്രീയവും അല്ലെങ്കിൽ സാമ്രാജ്യത്വ വ്യാപരണത്തിൻ്റെ ചിന്തകളെക്കുറിച്ചും മതമൗലികവാദവും ഏറ്റവും ഭീകരമായ തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളൊക്കെയാണ് ലോകത്തിലെല്ലായിടത്തും പ്രചരിപ്പിക്കപ്പെടുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നമായിട്ടുള്ള പാർപ്പിടമില്ലായ്മ, ശുദ്ധജലമില്ലായ്മ, ശുദ്ധവായുവില്ലായ്മ, വസ്ത്രമില്ലായ്മ, ഭക്ഷണമില്ലായ്മ, ഇതിനെക്കുറിച്ച് ആര് ചിന്തിക്കുന്നു? അപ്പോൾ പിന്നെ ഈ സംസ്കാരത്തിൻ്റെ അർത്ഥമെന്താ? ലോകപ്രശസ്ത ചിന്തകനായിട്ടുള്ള സോക്രട്ടീസ് പറയും, ആധുനിക ലോകത്തിലെ തത്വചിന്തയുടെ പിതാവ് എന്ന് വിശേഷിക്കപ്പെടുന്ന സോക്രട്ടീസ് പറയും, സംസ്കാരം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തിരിക്കുന്ന മനുഷ്യനെ തന്നെപ്പോലെ കാണുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ഉയർന്ന സംസ്കാരം. അതില്ലാത്ത ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് നമ്മൾ സംസ്കാരത്തിനെ കുറിച്ച് സംസാരിക്കുക? ഇവിടെ ജാതിയും മതവും നിറവും വംശവും ഭാഷയും പറഞ്ഞുകൊണ്ട് പരിപൂർണ സംഘട്ടനത്തിലാണ് ലോകം മുഴുവൻ. ഏത് സംസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത്? സിന്ധു നദീതട സംസ്കാരമുണ്ട്, നൈൽ നദീതട സംസ്കാരമുണ്ട്, ബൈസാൻഡിയൻ സംസ്കാരമുണ്ട്, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം, റോമൻ സംസ്കാരം, ഇതൊക്കെ ഉണ്ടായിരുന്ന വലിയൊരു കാലഘട്ടമുണ്ടായിരുന്നു. ആ സംസ്കാരങ്ങളൊക്കെ തകർന്ന തരിപ്പണായി കാലക്രമേണയുള്ള ഈ കാലത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ പരിണിത ഫലമായിട്ട്. പക്ഷെ ആ സംസ്കാരങ്ങളിൽ ഉണ്ടായിരുന്ന അഭിവൃദ്ധിയും സാമൂഹികമായ പുരോഗതിയുടെ ചിന്തകളും മാനവികതയെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ളൊരു സമൂഹമുണ്ടാക്കുക, നഗരമുണ്ടാക്കുക, ഗ്രാമമുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇത്തരത്തിലുള്ള സംസ്കാരം ഉന്നതമായ സംഭാവനകൾ ലോകത്തിന് നൽകി. പക്ഷെ അത് കൂട്ടായ്മ, ഉത്തരവാദിത്വത്തിൻ്റെ പ്രതീകങ്ങളായിരുന്നു ആ കാലഘട്ടം.
ഇന്ന് കൂട്ടായ്മയും ഉത്തരവാദിത്വവും നഷ്ടപ്പെടുന്നു, ജനാധിപത്യ ബോധം നഷ്ടപ്പെടുന്നു, ഐക്യബോധം നഷ്ടപ്പെടുന്നു. എല്ലാവരും മതവും ജാതിയും മതവും വംശവും ഗോത്രവും പറഞ്ഞ് പരസ്പരം സംഘടനത്തിൽ ഏർപ്പെടുന്നു. ഈ ലോകത്തിന്റെ 500 കൊല്ലത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ലോകത്തിലെ ജനതയിൽ ബഹുഭൂരിഭാഗം വരുന്ന മനുഷ്യരും ജീവൻ ബലിയെഴുപ്പിക്കേണ്ടി വന്നത് ഈ ഗോത്ര വംശ ജാതി മത കലാപത്തിലൂടെയാണ്. ബ്രിട്ടനും അയർലാൻഡും തമ്മിൽ നടന്നിട്ടുള്ള വംശീയ കലാപം, ലക്ഷക്കണക്കിന് മനുഷ്യരാണ് മരിച്ചു വീണത്. 18-ാം നൂറ്റാണ്ട് മുതലും 17-ാം നൂറ്റാണ്ടിലുമെല്ലാം. സൗത്ത് ആഫ്രിക്കയിലും റുവാണ്ടയിലും കെനിയയിലും എല്ലാം 1990-കളിലും 80-കളുടെ അവസാനത്തിലും നടന്ന കൂട്ടക്കൊലകൾ, വംശഹത്യകൾ. റുവാണ്ട എന്ന് പറയുന്ന ചെറിയൊരു രാജ്യത്ത് പോലും മരിച്ചത് 18 ലക്ഷം പേരാണ്. 42 ദിവസം നീണ്ടു നിന്ന വംശീയ യുദ്ധത്തിൽ. ആ സംഘടനത്തിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇപ്പോൾ അധികാരത്തിൽ വന്ന ആളാണ് പോൾ കഗാമെ. കഴിഞ്ഞ 20 കൊല്ലമായിട്ട് അദ്ദേഹം ഭരിക്കുന്ന അവിടെ. ഇന്ത്യയിൽ എത്ര കലാപങ്ങൾ നടന്നു, ഭീകരമായ കലാപങ്ങൾ, മതവും ജാതിയും നിറവും ഗോത്രവും പറഞ്ഞുകൊണ്ട്. ജാലിയൻ വാലാബാഗ് മുൾക്കുന്നുണ്ട് തുടങ്ങിയാൽ എത്രയെത്ര കലാപങ്ങളെ നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇവിടെയൊക്കെ സാംസ്കാരികമായിട്ടുള്ള ഐക്യദാർഢ്യത്തിനെ ഇല്ലായ്മ ചെയ്യുന്നത് പ്രത്യക്ഷമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് കാണാം. മതമാണ്, ജാതിയാണ്, വംശീയതയാണ്, ഗോത്രവർഗ വികാര വിചാരങ്ങളാണ്. അവരാണ് ജനതയുടെ സാഹോദര്യത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സ്നേഹത്തിൻ്റെ വലിയ വലിയ ഒരു സാഹചര്യത്തിനെ തകർത്ത് കളയുന്നത്. മതമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മതപൗരോഹിത്യം. ആ മതപൗരോഹിത്യത്തിൻ്റെ ഭൂരിഭാഗം വരുന്ന പുരോഹിതന്മാരും അപകടകാരികളാണ്. പ്രവാചകന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ല. ക്രിസ്തുദേവനായാലും നബി തിരുമേനിയായാലും വാത്മീകിയായാലും വ്യാസനായാലും പിന്നെ അവർ സൃഷ്ടിച്ച കൃഷ്ണനായാലും രാമനായാലും ഒന്നും ലോകത്തിലോട് സംഘടനത്തിൽ ഏർപ്പെടാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എല്ലാ മതങ്ങളും ഉൾക്കൊള്ളുന്നത് മതബ്രാഹ്മണ്യത്തിനെ. ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് സവർണ മേധാവിത്വം, ചാതുർവർണ്ണത്തിൻ്റെ അപ്പസ്ഥലന്മാരാണ് എല്ലാ മതത്തിൻ്റെയും പുരോഹിതന്മാർ, ബഹുഭൂരിഭാഗം വരുന്ന പുരോഹിതന്മാർ. പുരോഹിതന്മാർക്കും ജനങ്ങൾക്കും ദൈവത്തിൻ്റെ ഇടയിൽ തങ്ങളാണ് മധ്യസ്ഥം വഹിക്കുന്നവർ. തങ്ങളിലൂടെ മാത്രമേ നിങ്ങൾ ദൈവത്തിനെ പ്രാർത്ഥിക്കാൻ പറയുന്നു എന്നുള്ള ഏർപ്പാടില്ലേ, അതാണ് പൗരോഹിത്യം. അതെല്ലാ മതത്തിലുമുണ്ട്. ജനങ്ങളെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും അടിമപ്പെടുത്തിക്കൊണ്ട് യുക്തിരഹിത ചിന്തകളിലൂടെ, ശാസ്ത്രവിരുദ്ധ ചിന്തകളിലൂടെ ജനങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക ജീവിതത്തിനെ ഇവർ നൂറ്റാണ്ടുകളായിട്ട് തളച്ചിടുന്നു. അതെല്ലാം മുസ്ലിം മതത്തിലും ഹിന്ദു മതത്തിലും ക്രൈസ്തവ മതത്തിലും ഒക്കെ ഉണ്ട് ഈ ബ്രാഹ്മണ്യം. പൂണൂട്ട് ധരിച്ച പാവപ്പെട്ട ബ്രാഹ്മണന്മാരെ എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്നു. ബ്രാഹ്മണ്യം എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയാണ്, സോഷ്യൽ ഐഡിയോളജിയാണ്. ആ പൊളിറ്റിക്കൽ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ് ഈ ബ്രാഹ്മണ്യം. ചാതുർവർണ്ണത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ടുള്ള ബ്രാഹ്മണരിൽ ശ്രേഷ്ഠരായിട്ടുള്ള അതിബ്രാഹ്മണന്മാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ലോകത്തിൻ്റെ അധികാരവും സമ്പത്തും എന്ന് വിശ്വസിക്കുന്ന അതിപ്രാകൃതമായ ചിന്താഗതിയാണത്. ആ ചിന്താഗതി ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്, പല രാജ്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട്. എത്ര ഉച്ചനീചത്വത്തിനും തൊട്ടുകൂടായ്മയ്ക്കുമെതിരായിട്ടുള്ള സമരം കേരളത്തിലടക്കം നടന്നു. വൈക്കം സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും നടന്നു. ഗുരുദേവനും ചട്ടമ്പിസ്വാമികളും വൈകുണ്ഠസ്വാമികളും അയ്യങ്കാളിയും സഹോദരനയ്യപ്പനൊക്കെ നടത്തിയ പോരാട്ടം ഈ പറഞ്ഞ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരായ പോരാട്ടമായിരുന്നു. ഇന്ന് 2025 നമ്മൾ സംസാരിക്കുമ്പോഴും ഇരിങ്ങാലക്കുട കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ ഒരു ശൂദ്രന് അവിടെ ശാന്തിക്കാരനാകാൻ പറ്റിയില്ല. 2 മാസം മുമ്പ് ആ വിവാദം നമ്മൾ കണ്ടതാ. ഏത് രാജ്യത്തെക്കുറിച്ചാണ് നമ്മുടെ ഈ ജനാധിപത്യം പറയുന്നത്? കേരളത്തിലടക്കം സാമുദായിക ഛിദ്രശക്തികളുടെ വർധനവുണ്ടായിക്കൊണ്ടിരിക്കുകയല്ലേ. എല്ലാവരുടെ മനസ്സിൻ്റെ അടിത്തട്ടിലുമുള്ള ബോധം ജാതിബോധമല്ലേ, മനുഷ്യബോധം ഉണ്ടാകുന്നില്ലല്ലോ. സർക്കാർ ജീവനക്കാരുടെ ഇടയിലും ജാതിബോധം വളരുന്നുണ്ട് പല പ്രദേശത്ത്. അതിൻ്റെ കണക്കൊക്കെ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം. ആ ജാതിബോധം ഉണ്ടാകുന്നതിൻ്റെ കാരണം മാനവികത സിദ്ധാന്തങ്ങളും മതത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങളും അറിയാത്തതുകൊണ്ട്. ഫാസിസ്റ്റുകൾക്ക് കൃത്യമായിട്ടറിയാം, ഭക്തന്മാരെ നയിക്കാൻ ഭക്തിയുള്ള നേതാവിൻ്റെ ആവശ്യമില്ല. ഹിറ്റ്ലർ ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല, മുസോളിനി ഒരിക്കലും പള്ളിയിൽ പോയിട്ടില്ല. അവരാണ് 16 കൊല്ലം ഫാസിസ്റ്റുകളായിട്ട് ഭരണസാരഥ്യത്തിലേർപ്പെട്ട് കോടാനുകോടി ജർമ്മൻ, ഇറ്റാലിയൻ അല്ലെങ്കിൽ യൂറോപ്യൻ ജനതയെ നയിച്ചത്. എന്നിട്ട് കൂട്ടക്കൊടയ്ക്ക് കൊടുത്ത് 2.25 കോടി ജൂതന്മാരെയാണ് കൊന്നത്. 85 കൊല്ലം മുമ്പ് സംഭവിച്ചൊരു സംഭവമാണത് കൂട്ടക്കൊല, മാസക്കർ.
രണ്ടാം ലോക മഹായുദ്ധത്തിൽ 2.25 കോടി ജൂതന്മാരെയാണ് ഗില്ലറ്റിനിലും എക്സിക്യൂഷൻ ക്യാമ്പിലും കോൺസെൻട്രേഷൻ ക്യാമ്പിലും ഒക്കെ ഇട്ട് ചുട്ട് കരിച്ചതും വധിച്ചതുമെല്ലാം. ആ പള്ളിയിൽ പോകാത്ത ദൈവവിശ്വാസികളല്ലാത്ത ഈ ചക്രവർത്തിമാരും സേനാധിപന്മാരും മതം പറഞ്ഞ്, ജൂതവിരോധം പറഞ്ഞ്, സെമിറ്റിക് മതത്തിൻ്റെ ഏറ്റവും ഭീകരമായ വശങ്ങളെ പറഞ്ഞുകൊണ്ട് ജൂതന്മാർക്കെതിരെ ഞങ്ങൾ പോരാടണം, നിങ്ങൾ പോരാടണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ചോരപ്പുഴ ഒഴുക്കിയത്. അതിപ്പോഴും അവസാനിച്ചിട്ടില്ല. ഇപ്പം വേറെ രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള മതാധിഷ്ഠിത പ്രവർത്തനങ്ങൾ നടന്നു വരുന്ന ഇന്ത്യ അതിൻ്റെ പ്രത്യക്ഷ ഉദാഹരണം. ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു ദർശനങ്ങളിൽ, ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ ഞങ്ങൾ മാത്രമേ ഭരിക്കാൻ പാടുള്ളൂ, ഞങ്ങൾ മാത്രമേ ഒരു മതത്തിൻ്റെ വക്താക്കളായിട്ട് പാടുള്ളൂ എന്ന് രാമായണമോ മഹാഭാരതമോ ഉപനിഷത്തോ ഭഗവത്ഗീതയോ എഴുതി വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു പുസ്തകത്തിലും നമുക്ക് ഹിന്ദു എന്നുള്ള വാക്ക് കാണിച്ചു തരാൻ പറ്റില്ല. ഹിന്ദു എന്നുള്ളത് ഒരു സംസ്കാരമാണ്. ഹിന്ദു എന്നുള്ള വാക്ക് 3-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്ന പേർഷ്യൻ ജനതയും ഗ്രീക്ക് ജനതയും സിന്ധു നദീതീരത്തിൻ്റെ അപ്പുറത്ത് നദി കടക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ താമസിച്ചപ്പോൾ അപ്പുറത്ത് അവർ താമസിച്ചപ്പോൾ പേർഷ്യൻ പണ്ഡിതനായ അൽബുറാനി വിളിച്ച പേരാണ് ഹിന്ദു, നദിക്കിപ്പുറമുള്ളവരെ. ഗ്രീക്ക് ചരിത്രകാരനായ ഹെറോഡറ്റസ് വിളിച്ച പേരാണത്. INDU എന്നുള്ള ഹിന്ദു ആണ് വികസിച്ച് ഹിന്ദു ആകുന്ന ഹിന്ദുസ്ഥാൻ. സ്ഥാനിച്ച സ്ഥലം അഫ്ഗാനിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ബർമിങ്ങിസ്ഥാൻ, അങ്ങനത്തെ കുറേ സ്ഥാനുകളുണ്ട് ലോകത്തിൽ. അതൊക്കെ ആ സ്ഥലത്തിൻ്റെ പ്രവിശ്യകളുമായി കൂട്ടിച്ചേർന്നുള്ള വിപുലീകരണമാണ്. അപ്പം ആ നാമം പോലും ഇന്ത്യക്ക് സംഭാവന ചെയ്ത മുസൽമാനാട്ട ഹിന്ദു എന്നുള്ളത്. എന്നിട്ട് അവരോട് ഇവിടെ താമസിക്കാൻ പാടില്ല എന്നപ്പോൾ പറയണം ഇപ്പോഴത്തെ ഭരണകൂടത്തിൻ്റെ വക്താക്കൾ. അപ്പോൾ ഈ സംസ്കാരം എവിടെയാണ്? ഏത് സംസ്കാരത്തിനെ കുറിച്ചാണ്? ഗാന്ധിയെ കൊന്ന നാഥുറാം ഗോഡ്സെക്കാണ് ഇന്ത്യയിൽ കൂടുതൽ അനുയായികൾ. ഗാന്ധി ഇപ്പോൾ ഈ പൊന്നാനി ബസ് സ്റ്റാൻഡിൽ കൂടെ നടന്നു പോയാൽ ആൾക്കാർ ചിലപ്പോൾ പരിഹസിക്കുക, അല്ലെങ്കിൽ കണ്ടു നടിക്കില്ല. എൻ്റെ ഇന്ത്യ എങ്ങനെയാവാൻ കാരണം? എങ്ങനെ സർക്കാർ ജീവനക്കാരിലടക്കം ജാതിമത വർഗീയ ബോധം വളർന്നു വരുന്നത്? എന്താ ഗാന്ധിജിയുടെ പിന്നിൽ ആൾക്കാരില്ലാത്തതും ഗോഡ്സെയുടെ പിന്നിൽ ആൾക്കാർ കൂടിക്കൂടി വരുന്നതും? അല്ലെങ്കിൽ അങ്ങനത്തെയുള്ള സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ആശയങ്ങളുടെ വക്താക്കളുടെ പിന്നിൽ ആൾക്കാർ കൂടി വരാനുള്ള കാരണം എന്താ? ഇതാണ് നമ്മളൊരു സാംസ്കാരിക സമ്മേളനത്തിലും ഒരു ഏതൊരു തരത്തിലുള്ള ചിന്താപരമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. രാജ്യം വലിയ അപകടത്തിലാണ്. അപ്പം ഡൊണാൾഡ് ട്രംപ് അവിടെ ഇരിക്കുന്നു, പുടിൻ അവിടെ ഇരിക്കുന്നു, എർദോഗാൻ അവിടെ ഇരിക്കുന്നു, ഹംഗറിയിലും പോളണ്ടിലും ഏകാധിപതികളിരിക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഇന്ത്യ എന്നുള്ള രാജ്യത്തിൽ കനത്ത സ്വേച്ഛാധിപത്യ ഏകാധിപത്യ ഭരണകൂടമാണ് നിലനിൽക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഇന്ത്യ ഫാസിസ്റ്റ് ഭരണകൂടമാണ് ഭരിക്കുന്നത്. യാതൊരു സംശയവും വേണ്ട. വേറെ ഉള്ളവർക്കും സംശയം ഉണ്ടെങ്കിൽ അത് അവർ തിരുത്തിക്കോട്ടെ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. ഇന്ത്യ ഭരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടമാണ്. എന്താ ഫാസിസം ഇവർ കാണിക്കുന്നത്? മുസോളിനി എഴുതി വെച്ചിട്ടുണ്ട്, മൂലധന ശക്തികളും മതമൗലികവാദികളും വളർന്നു വരുമ്പോൾ ആ പ്രക്രിയയ്ക്ക് ഭരണകൂടം ഒത്താശ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അതിനെയാണ് ഫാസിസം എന്ന് വിളിക്കുക. അതല്ലേ ഇപ്പം ഇന്ത്യയിൽ നടക്കുന്നത്. ഒരു ഭാഗത്ത് മതമൗലികവാദികളും ഒരു ഭാഗത്ത് ഈ മതമൗലികവാദികൾ, ഒരു ഭാഗത്ത് മൂലധന ശക്തികളും വളരുന്നു. അവർക്ക് താലോലിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒത്താശ ചെയ്തു കൊടുക്കുന്നു. അതിനാണ് നേരത്തെ സൂചിപ്പിച്ച മൂലധന രാഷ്ട്രീയത്തിന്റെ ഭയചകിതമായിട്ടുള്ള അതിപ്രസരം രാജ്യത്തിൽ ഉണ്ടാകുന്നത്. അപ്പൊ എങ്ങനെയാണ് ഫാസിസം കടന്നു വരുന്നത്? 100 കൊല്ലമായി ഫാസിസം RSS എന്ന് പറയുന്ന സംഘടന ഇന്ത്യയിൽ ഉടലെടുത്തിട്ട് ഈ വരുന്ന വിജയദശമി ദിനത്തിൽ RSS രൂപീകരിച്ച് 100 വർഷം തികയുകയാണ്. ആ 100 വർഷം തികയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉടലെടുത്തിട്ട് ഇന്ത്യയിൽ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ നിൽക്കുന്നു? RSS എവിടെ നിൽക്കുന്നു? ചിന്തിക്കുക. എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇടതുപക്ഷ ചിന്തകളുടെ പ്രവർത്തനം എപ്പോഴും ആശയപരമായിട്ടായിരിക്കണം. ആശയ പ്രബോധനത്തിലൂടെയാണ് മാർക്സിസം വളരുക, മാനവികത വളരുക, സോഷ്യലിസം വളരുക, ഗാന്ധിസം വളരുക. ഇന്ന് ആശയ പ്രബോധനത്തിന് ആർക്കും സമയമില്ല. ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ പണ്ട് സഖാവ് P. കൃഷ്ണപിള്ളയും EMS-ഉം അച്യുതവേനും MM-നും TV-യും ഉണ്ണിരാജയും ബാലറാമും ഒക്കെ ആശയ പ്രബോധനത്തിൻ്റെ അത്യുജ്വല വക്താക്കളായിരുന്നു. കേരളത്തിന് നവോത്ഥാനത്തിൻ്റെതായിട്ടുള്ള ബീജാപാപം നൽകിയ ഗുരുദേവനും അയ്യങ്കാളിയും അയ്യപ്പൻ മാഷും ചട്ടമ്പി സ്വാമികളൊക്കെ ആശയപ്രചരണം നടത്തിയിട്ടാണ് ഈ രാജ്യത്തിലെ ജനങ്ങളിലേക്ക് സമത്വബോധത്തിനെ സൃഷ്ടിച്ചത്. സമത്വബോധം എന്നുള്ള വാക്ക് ആദ്യം കേരളത്തിൽ ഉപയോഗിച്ചത് ചട്ടമ്പി സ്വാമികളാണ്. അദ്ദേഹം ഉപയോഗിച്ച് 100 കൊല്ലം കഴിഞ്ഞിട്ടാണ് കാറൽ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയിട്ട് സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് എഴുതുന്നത്. അപ്പം വലിയൊരു പ്രവാഹമാണ് ആശയങ്ങൾ ഈ ലോകത്തുണ്ടായിട്ടുള്ളത്.
അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ള ലോകത്തിൽ എങ്ങനെയപ്പോൾ ഈ സങ്കുചിതവാദത്തിൻ്റെ വക്താക്കൾ പ്രാകൃത ചിന്താഗതിക്കാർ നാട് ഭരിക്കുന്നത്? ഗോഡ്സെയുടെ ആൾക്കാർ കൂടി വരുന്നത് എന്തുകൊണ്ടാണ്? അവിടുന്ന് പ്രധാനപ്പെട്ട കാരണം എന്താണ് മതമെന്നറിയുന്നില്ല, മതത്തിൻ്റെ ഉന്നതമായ മൂല്യങ്ങൾ എന്താണെന്ന് അറിയുന്നില്ല. എന്താണ് രാമായണം, എന്താണ് മഹാഭാരതം, എന്താണ് ഭഗവത്ഗീത, ഉപനിഷത്തെന്ന് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനതയ്ക്കും അറിയില്ല. അത് ഫാസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം. ഫാസിസ്റ്റുകൾക്കറിയാം ഇന്ത്യയിലെ ഹിന്ദു എന്ന് പറയപ്പെടുന്ന ബഹുഭൂരിഭാഗം വരുന്ന ജനതയിൽ 75-80% രാമായണം വായിക്കാത്തവരാണ്. അജ്ഞതയുള്ള മനുഷ്യന്മാരെ കപടതയുടെ വഴിയിലൂടെ സഞ്ചരിപ്പിക്കാൻ എളുപ്പമാണെന്ന് ലോകത്തിന് പറഞ്ഞുകൊടുത്ത ആളാണ് ഗീബൽസ്. ആ ഗീബൽസിനെയും ഹിറ്റ്ലറെയും മുസോളിനെയും പുകഴ്ത്തിയിട്ട് ഗ്രന്ഥമെഴുതിയിട്ടുള്ള ആളാണ് RSSന്റെ സർസംഘചാലക് ഗുരുജി ഗോൾവാൾക്കർ. ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അന്ധമായ ഭക്തിയുള്ളവരെ നയിക്കാൻ ഭക്തിയുള്ള നേതാവ് വേണ്ട. പുരാണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്താൽ, ഒരു രാഷ്ട്രത്തിന്റെ സംസ്കൃതിയെ ദുർവ്യാഖ്യാനം ചെയ്താൽ, ഒരു രാഷ്ട്രത്തിന്റെ ചരിത്രബോധത്തിനെ ഇല്ലായ്മ ചെയ്താൽ അവിടെ ഫാസിസം വളരുമെന്ന് ഗോൾവാൾക്കർ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ഈ 100 കൊല്ലമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളത്. അതിൻ്റെ പരിണിത ഫലമാണ് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഇന്ത്യയിൽ ഇതുവരെ അധികാരത്തിലിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന ദൈവമാണ് ശ്രീരാമചന്ദ്രൻ. ആ രാമന്റെ കഥകൾ സത്യസന്ധമായിട്ട് പറഞ്ഞ് ഇവർ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് അധികാരത്തിലിരിക്കാനുള്ള കാരണം മതത്തിന്റെ പ്രതീകമായ രാമന്റെ കഥകളെ ദുർവ്യാഖ്യാനിക്കുന്നു. രണ്ടാമത് ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തിനെ തെറ്റായി ചിത്രീകരിക്കുന്നു. മൂന്നാമത് ഇന്ത്യയിലെ വിദ്യാഭ്യാസ മേഖലയിലും ഇന്ത്യയിലെ ചരിത്ര മേഖലയിലും കടന്ന് അതിനെ മുഴുവൻ ധ്വംസിച്ചതിന്റെ ഫലമായിട്ട് പുതിയ ചരിത്രം ഇന്ത്യൻ ജനതയുടെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നു. ഇന്നലെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ 2 മാസം മുമ്പേ ഇത് തുടങ്ങി, പക്ഷെ ഇന്നലെ കൃത്യമായിട്ട് വന്നു. മുഗൾ സാമ്രാജ്യത്തെക്കുറിച്ചും ടിപ്പു സുൽത്താനെ കുറിച്ചും ഉത്തരേന്ത്യയിലെ ഒരു സർവകലാശാലയിലും പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഇന്നലെ ഉത്തരവ് ഇറങ്ങിക്കഴിഞ്ഞു. അപ്പൊ ഇതൊക്കെ ഒരു ഭീതിജനകമായ ദിശയിലേക്കാണ് കൊണ്ടുപോകുന്നത്. മതവൈരാഗ്യം വളർത്താനുള്ള ഒരു ചിന്ത. ആ മതവൈരാഗ്യത്തിലൂടെയാണ് ഫാസിസം വളരുക. RSSന് കൃത്യമായിട്ട് അറിയാം. അവരേതാരും പഠിപ്പിച്ചു കൊടുക്കൊന്നും വേണ്ട. അതിശക്തമായ ലോകത്തിലെ സംഘടിതമായ സംഘടനയാണ് RSS. ഇസ്രായേലി ഗവൺമെന്റിന്റെ മൊസാദ് എന്ന് പറയുന്ന മിലിറ്റന്റ് രഹസ്യ സംഘടന കഴിഞ്ഞാൽ ഏറ്റവും അധികം മിലിറ്റന്റ് പ്രാകൃത ആശയമുള്ള സംഘടനയാണ് ലോകത്തിൽ രാഷ്ട്രീയ സ്വയം സേവക് സംഘ്. കൃത്യമായി മനസ്സിലാക്കിക്കൊള്ളണം നമ്മൾ. ഇത്ര അപകടകാരിയായ ഒരു സംഘടന ലോകത്തിൽ വേറെയില്ല. അതിനെ എതിർക്കേണ്ട ചുമതല മതേതര ജനാധിപത്യ ഇടതുപക്ഷ പ്രവർത്തകന്മാരുടേതാണ്. മനുഷ്യനാണെന്നുണ്ടെങ്കിൽ ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. കുറച്ചൊക്കെ ത്യജിക്കാൻ തയ്യാറാവണം, ത്യാഗം ചെയ്യാൻ തയ്യാറാവണം, ആശയം പ്രചരിപ്പിക്കാൻ തയ്യാറാകണം. RSSകാരൻ കഴിഞ്ഞ 100 കൊല്ലം ഇന്ത്യയുടെ വീടാന്തരം കയറിയിറങ്ങി, ഇപ്പോഴും കയറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് 10 കൊല്ലമായിട്ട് അവർ ഭരിക്കുന്നത് ഇന്ത്യ. അവരതിനെ ഭരിക്കാൻ ഉപയോഗിച്ച ആയുധത്തിൻ്റെ പേരാണ് രാമൻ. ആ രാമന്റെ ആശയങ്ങളെ ദുർവ്യാഖ്യാനിച്ചു അവർ. രാമൻ പറഞ്ഞു അപരനെ കൊല്ലാൻ, രാമൻ പറഞ്ഞു മുസൽമാനെ കൊല്ലാൻ, രാമൻ പറഞ്ഞു ക്രിസ്ത്യാനികളെ കൊല്ലാൻ, രാമൻ പറഞ്ഞു കമ്മ്യൂണിസ്റ്റുകാരനെ കൊല്ലാൻ. ഏത് രാമനാ പറഞ്ഞിട്ടുള്ളത്? വാത്മീകിയുടെ രാമൻ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷെ RSSന്റെ രാമൻ പറഞ്ഞു. പക്ഷേ ദുരന്തമെന്താ? ഇന്ന് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ജനതയും വിശ്വസിക്കുന്നത് RSSന്റെ രാമനിലാണ്, വാത്മീകിയുടെ രാമനിലല്ല. അതിന്റെ കാരണം എന്താ? വാത്മീകി രാമായണം ഇന്ത്യയിൽ 85% ആൾക്കാരും വായിച്ചിട്ടില്ല എന്ന് അവർക്കറിയാം. ഒരാളും വായിക്കില്ല. പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ രാമായണവും മഹാഭാരതവും ഉപനിഷത്തും ബൈബിളും ഖുർആനൊക്കെ ഉള്ളം കയ്യിലെടുത്ത് അമ്മാനമാടിയാണ്. വിജ്ഞാനത്തിന്റെ ഭണ്ഡാകാരമായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും പഴയ ദേശീയ പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ. ഗാന്ധി, നെഹ്റു, പട്ടേൽ, മൗലാന ആസാദ്, സർവേപ്പള്ളി രാധാകൃഷ്ണൻ, പട്ടാഭി സീതാറാമയ്യ, ഇവരൊക്കെ അഭിവിജ്ഞാന ശിരോമണികളായിരുന്നു. അന്നൊന്നും RSSന് അവരുടെ ആശയം പ്രചരിപ്പിക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഇവരുടെ പ്രഭാഷണങ്ങൾ, എഴുത്തുകൾ, പുസ്തകങ്ങളൊക്കെ രാജ്യത്തിൻ്റെ ജനതയെ ബോധ്യപ്പെടുത്തി ഈ RSS എന്ന് പറയുന്ന ഈ പ്രാകൃത പ്രത്യയശാസ്ത്രത്തിൻ്റെ പ്രാകൃത ആചാരങ്ങളെക്കുറിച്ച്. ഇന്ന് മിക്കവാറും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ അത്യുന്നത നേതാവാകണമെങ്കിൽ ഏറ്റവും വലിയ ഗുണം ഒന്നും വായിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി അതാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ജനങ്ങൾക്ക് ഇഷ്ടം, ഒന്നും വായിക്കാത്തവരെ, ആർഭാടങ്ങളോടുകൂടി ജീവിക്കുന്നവരെ.
അങ്ങനെയുള്ള സ്വജനപക്ഷപാതത്തിൻ്റെയും അധികാരപ്രമത്തതയുടെയും വക്താക്കളായിട്ട് നടക്കുന്നവരെ ജനങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഗാന്ധിജിയെ പോയാൽ ആരും മൈൻഡ് ചെയ്യില്ല. നേരെ മറിച്ച് 56 ഇഞ്ചും കാട്ടിയിട്ട് ബുള്ളറ്റ് പ്രൂഫ് ഡ്രസ്സ് ഇട്ടിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോയ ജനക്കൂട്ടം ഇങ്ങനെ ആർത്തിരമ്പും. എങ്ങനെ ഇന്ത്യ എങ്ങനെയായി? ഇന്ന് ഇന്ത്യക്ക് ഒരു പൊതു നേതാവുണ്ടോ? കേരളത്തിൻ്റെ ഒരു പൊതു നേതാവുണ്ടോ ഇന്ത്യയിൽ? പൊതുമണ്ഡലത്തിൻ്റെ ആരാധന നേടിയിട്ടുള്ള അല്ലെങ്കിൽ സ്വീകാര്യത നേടിയിട്ടുള്ള ഒരു നേതാവ് കേരളത്തിലുമില്ല, ഇന്ത്യയിലുമില്ല. എല്ലാവരും അവരവരുടെ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാവ്. പൊതുമണ്ഡലം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളാണ്, ജനകോടികളുടെ നേതാവ്. ഗാന്ധി തെരുവീതിയിലേക്ക് ഇറങ്ങിയാൽ ഇന്ത്യ തെരുവീതിയിൽ ഇറങ്ങും. നെഹ്റു ഇറങ്ങിയാൽ ഇന്ത്യ തെരുവീതിയിൽ ഇറങ്ങിയ കാലഘട്ടമുണ്ടായിരുന്നു. EMS-ഉം രാജേശ്വർ റാവുവും എസ് എ ഡാംഗെയും സുന്ദരയും ബസവപ്പുണ്ടയെയും ഇന്ദ്രജിത് ഗുപ്തയും ബർദാനും ഹർകിഷൻ സിംഗ് സുർജത്തൊക്കെ റോഡിലിറങ്ങിയാൽ ജനലക്ഷങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങിയിരുന്നു. ഇന്നിപ്പോൾ അതില്ല. പൊതുമണ്ഡലത്തിലെ നേതാക്കന്മാരില്ല. കാരണം അതിൻ്റെ ആവശ്യകതയില്ല എന്ന് ഇന്ത്യൻ സമൂഹം മനസ്സിലാക്കി. കാരണം എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള ചെറിയ ചട്ടക്കൂടിൽ ഒതുങ്ങി നിൽക്കാൻ മാത്രമേ മോഹം. അവിടെയാണ് ഫാസിസം വളരുന്നത്. നേരെ മറിച്ച് RSS ഇന്ത്യ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന ഈ ഭീകരമായ സംഘടനയിൽ അവർക്ക് അവരുടെ സർസംഘചാലക് പറഞ്ഞാൽ ഒരു ഏലാനങ്ങില്ല. അതിൻ്റെ ഉള്ളിൽ കർശനമായ പട്ടാളച്ചട്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അങ്ങനെയുള്ള സംഘടനയ്ക്കെതിരായിട്ട് പോരാട്ടം നടത്തിയവരായി ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പഴയ കാലഘട്ടങ്ങളിൽ മുഴുവൻ. അവരൊക്കെ രാമൻ എന്താണെന്ന് വ്യാഖ്യാനിച്ചു. ഗാന്ധിജി അതാ പറഞ്ഞത്, എൻ്റെ രാമൻ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ. എൻ്റെ രാമന് താമസിക്കാൻ ഒരു അമ്പലം വേണ്ടാന്ന് ഗാന്ധിജി എഴുതി വെച്ചു. എൻ്റെ രാമനെ അമ്പലത്തിൽ തളച്ചിടുക എന്ന് പറഞ്ഞാൽ അത് രാമനോട് ചെയ്യുന്ന ദ്രോഹമാണെന്ന് ഗാന്ധിജി പറഞ്ഞത്. കാരണം എൻ്റെ രാമൻ ലോകാഭിരാമൻ, എൻ്റെ രാമൻ ആനന്ദാഭിരാമൻ എന്നാണ് ഗാന്ധിജി ഉദ്ഘോഷിച്ചത്. വാത്മീകി എഴുതി വെച്ച വാക്കാണത്, ലോകാഭിരാമൻ, ലോകത്തിനെ അഭിരമിപ്പിക്കുന്നവൻ, ആനന്ദിപ്പിക്കുന്നവൻ. ഇപ്പൊ രാമൻ പോയി 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 ഹിന്ദുത്വത്തിന്റെ വക്താക്കളുടെ മാത്രം രാമനായി. ശൂദ്രന്മാരെ കൊല്ലുന്ന രാമൻ, ദളിതരെ കൊല്ലുന്ന രാമൻ, ആദിവാസികളെ കുടിയൊഴിപ്പിക്കുന്ന രാമൻ, വൈശ്യ സമൂഹത്തിനെതിരായിട്ട് നിൽക്കുന്ന രാമൻ, മുസൽമാനെ കണ്ടുകൂടാത്ത രാമൻ, ക്രിസ്ത്യാനികളെ കണ്ടുകൂടാത്ത രാമൻ, ഇങ്ങനെ ഒരു രാമനെ വാത്മീകി എഴുതിയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ ആ RSS രാമന്റെ പിന്നാലെ എല്ലാവരും പോകുന്നത് അതാണ് അപകടകരം. അതിനെതിരായിട്ട് പ്രവർത്തിക്കേണ്ട പ്രസ്ഥാനത്തിന്റെ പേരാണ് ഇടതുപക്ഷ പ്രസ്ഥാനം. അതിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന സർക്കാർ ജീവനക്കാരടക്കം. ആശയ പോരാട്ടമില്ലാതെ ഫാസിസം പരാജയപ്പെടില്ല. 2-3 പാർട്ടികൾ വിചാരിച്ചാലൊന്നും ഫാസിസം പരാജയപ്പെടില്ല. ഇന്ത്യയുടെ മഹാജന മുന്നണിയുടെ അസന്നിഗ്ധമായ മുന്നേറ്റം വരണം. അപ്പോഴേ ഫാസിസം പരാജയപ്പെടുകയുള്ളൂ. അതിന് ആശയപരമായ കവചകുണ്ടലങ്ങൾ അണിയണം. ഗാന്ധിജി വെടിയേറ്റ് വിടുമ്പോൾ വിളിച്ചത് ഹേ റാം എന്നാണ്. ഈശ്വര ഹല്ലാ തേരേ നാം, എല്ലാം ഒന്ന് തന്നെ. അതിങ്ങനെ പാടി നടന്നുകൊണ്ടാണ് ഞാൻ ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നത് എന്ന് പഞ്ചാബിലെ മജിസ്ട്രേറ്റ് കോടതിയുടെ കൂട്ടിൽ കയറി നിന്നുകൊണ്ട് നാഥുറാം ഗോഡ്സെ കോടതിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് വെടിവെച്ച് കൊന്നത്. പാകിസ്ഥാന് കൊടുക്കാനുള്ള 57 ലക്ഷം രൂപ ഉടനടി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് വെടിവെച്ച് കൊന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ആസൂത്രിതമായി ഞങ്ങൾ പ്ലാൻ ഇട്ടിട്ടാണ് കൊന്നതെന്ന് കോടതി കൂട്ടിൽ കയറി നിന്നുകൊണ്ട് ഗോഡ്സെ പറഞ്ഞത്. എന്നിട്ട് ആ ഗോഡ്സെക്ക് അപ്പം ആൾക്കാർ കൂടുതൽ. എന്തൊരു ദുരന്തമാണ് ഈ നാടിൻ്റെ. അതിൻ്റെ കാരണം എന്താ? ചിന്തിക്കുന്നില്ല. രാവിലെ ആയ സ്കൂളിൽ പോവും, രാവിലെ ആയ ഓഫീസിൽ പോവും, അല്ലെങ്കിൽ വേറെ ഒരിടത്തും പോവും, വൈകുന്നേരം തിരിച്ചു വരും വീട്ടിൽ, അല്ലെങ്കിൽ കുറച്ച് കളിക്കാൻ പോലെ വേറെ എന്തെങ്കിലും സർഗാത്മകമോ നശീകരണ പ്രവൃത്തി എന്തൊക്കെയാ ചെയ്യും. അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങും. പിറ്റേ ദിവസം 24 മണിക്കൂർ യന്ത്രങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ഒരു കോടാനുകോടി ജനത. ചിന്തയില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം തന്നെ സാമ്പ്രദായിക പ്രവർത്തന. ധർണ സമരം സിന്ദാബാദ്, പിക്കറ്റിംഗ് സമരം സിന്ദാബാദ്. എന്ത് ധർണ, എന്ത് പിക്കറ്റിംഗ്? 1 മണിക്കൂർ സമരം ചെയ്തുകൊണ്ട് രാജ്യത്തിന്റെ വ്യവസ്ഥിതി മാറും. സർക്കാർ ജീവനക്കാരൻ്റെ അസന്നിഗ്ധമായ സമരരംഗത്തിലേക്ക് ഇറങ്ങിയിട്ട് ദശകങ്ങളായിട്ടില്ലേ? ഇന്ത്യ കണ്ട അസന്നിഗ്ധമായ സമരം 2 കൊല്ലം മുമ്പ് നടന്ന കർഷക സമരം, 1 കൊല്ലം നീണ്ടു നിന്ന സമരം. അമ്മാതിരി സമരമാണ് ഇന്ത്യക്ക് വേണ്ടത് ഫാസിസത്തിനെ പരാജയപ്പെടുത്താൻ. കേരളത്തിലെയും ഇന്ത്യയിലെയും സർക്കാർ ജീവനക്കാരും ടീച്ചർമാരും പ്രൊഫസർമാരും ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീൽമാരും ഒന്നും സമരത്തിന് വരില്ല. 1-2 മണിക്കൂറല്ലാത്ത സമരങ്ങളല്ലാതെ, അല്ലെങ്കിൽ 1 ദിവസം പരമാവധിയുള്ള സമരത്തിനല്ലാതെ. ഇതൊക്കെ ഇന്ത്യൻ യാഥാർത്ഥ്യങ്ങളാണ്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അത്തരത്തിലുള്ള അസന്നിഗ്ധമായ സമരങ്ങളെ മറന്നു. അപ്പോൾ ഫാസിസം തീർച്ചയായിട്ടും വളരും. ഫാസിസത്തിന്റെ ജനാധിപത്യ ബോധത്തിനെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. സംഘടിക്കുക എന്നുള്ളത് ജനാധിപത്യമാണ്. കൂട്ടായ്മ എന്നുള്ളത് ജനാധിപത്യമാണ്.
ഉത്തരവാദിത്ത ബോധം പ്രകടിപ്പിക്കുക എന്നുള്ള ജനാധിപത്യ ബോധമാണ്. അതിനെ ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് സംഘപരിവാർ പ്രത്യയ ശാസ്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ സംഘടിത സമരങ്ങൾ ഇല്ലാത്തതിൻ്റെ പ്രത്യക്ഷ പ്രതിഫലനമാണ് RSSന്റെ വളർച്ച. കർഷകർ നടത്തിയ സമരം പോലെയുള്ള സമരമാണ് ജീവിതത്തിന്റെ പല മേഖലകളിലും വളർന്നു വരേണ്ടത്. ഇപ്പൊ വിദ്യാർത്ഥി സമരങ്ങൾ പലയിടത്തും നടത്തുന്നുണ്ട്, ചിലയിടത്ത് ഈ തൊഴിലാളി സമരങ്ങൾ നടക്കുന്നുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ വ്യാപകമായ സമരത്തിന്റെ തീക്ഷ്ണതയുടെ അരങ്ങേറ്റമാണ് വേണ്ടത്. അല്ലാതെ രാമനെ ഉപയോഗിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങൾ നടത്തുമ്പോൾ രാമൻ അപരനെതിരാണ്, രാമൻ എല്ലാവർക്കും എതിരാണെന്ന് പറയുന്ന സിദ്ധാന്തങ്ങൾ പറയുമ്പോൾ അതിനെ പറ്റിയുള്ള ഫ്ലെക്സ് ബോർഡുകളാണ് അവർ വെക്കുക. രാമന്റെ കയ്യിൽ ഇങ്ങനെ അമ്പും വില്ലും വെച്ചുള്ള ചിത്രം എല്ലാ ഫ്ലെക്സ് ബോർഡിലും RSSന്റെ. ശ്രദ്ധിച്ചിട്ടില്ലേ? കഴിഞ്ഞ 10-15 കൊല്ലമായിട്ട് ഈ ചിത്രം വെക്കുക അവർ. രാമൻ ചക്രവർത്തിയായിട്ടിരിക്കുന്ന ചിത്രം വരയ്ക്കാം, രാമന് സീതയെ ഒപ്പരുന്നുള്ള ചിത്രം വരയ്ക്കാം, അതൊന്നും ചെയ്യില്ല. ഈ ചിത്രത്തിനൊരു പ്രാധാന്യമുണ്ട്. അമ്പും വില്ലങ്ങനെ കൊലച്ചു നിൽക്കുക രാമൻ. ഇതാ വരുന്നു അമ്പ്, അപരന്മാരെ സൂക്ഷിച്ചുകൊള്ളുക. ഈ അമ്പ് മുസൽമാനെതിരെ, ഈ അമ്പ് ക്രിസ്ത്യാനിക്കെതിരെ, അമ്പ് കമ്മ്യൂണിസ്റ്റുകാരനെതിരെ, സിഖുകാർക്കെതിരെ. വ്യക്തമായ പൊളിറ്റിക്കൽ മെസ്സേജാണ്. ഫാസിസം എപ്പോഴും ലോകത്തിൽ പ്രവർത്തിക്കുക ചിത്രങ്ങളിലൂടെയാണ്, അടയാളങ്ങളിലൂടെയാണ്. ഫാസിസത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. അല്ലാതെ അങ്ങനത്തെ ഒരു രാമനെ സൃഷ്ടിക്കേണ്ട കാര്യമില്ലല്ലോ. CPIയും CPIMും കോൺഗ്രസും ലീഗും മറ്റുള്ള പാർട്ടികളൊക്കെ വാഹനജാതിയും കാൽനടജാതിയൊക്കെ നടത്തുക. BJP രഥയാത്ര നടത്തുക. രഥത്തിലെ സഞ്ചരിച്ച അഡ്വാനി പള്ളി പൊളിച്ചത്. സൂര്യവംശ ചക്രവർത്തി രഘുവംശ തിലോത്തമൻ സഞ്ചരിച്ച രഥമിതാ ഉരുണ്ടുവരുന്നു ഇന്ത്യയുടെ വിരിമാറിലൂടെ. ആ രഘുവംശത്തിനെ സ്വീകരിക്കുക, അതായിരുന്നു അന്നത്തെ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം ഏറ്റു BJPയുടെ ഉയർച്ച അന്ന് തുടങ്ങി. അതാണ് മതത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ചരിത്രത്തിനെ ധ്വംസിക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രക്രിയ. അങ്ങനെ എല്ലാറ്റിലും അവർ ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നു. കാരണം അക്ഷരാഭ്യാസമില്ലാത്ത ബഹുഭൂരിഭാഗം വരുന്ന ജനതതി താമസിക്കുന്ന ഇന്ത്യയിൽ വിദ്യാസമ്പന്നരടക്കം ലൗകികതയുടെയും ആഡംബരതയുടെയും പിറകെ പോകുമ്പോൾ, ചിന്തകൾ ജീർണിപ്പിക്കപ്പെടുമ്പോൾ, ദാർശനികമായിട്ടുള്ള ചിന്താമണ്ഡലത്തിന് തടസ്സം നേരിടുമ്പോൾ ഫാസിസ്റ്റ് സിദ്ധാന്തങ്ങൾ വളരുമെന്ന് അവരെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഗോൾവാൾക്കർ അത് എഴുതി വെച്ചിട്ടുണ്ട്. മനുഷ്യ മസ്തിഷ്കത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഏറ്റവും എളുപ്പമുള്ള മാർഗം മതാധിഷ്ഠിതമായ വിശ്വാസങ്ങളെ പ്രചരിപ്പിക്കുക. വിദ്യാഭ്യാസം ഉള്ളവനും ഇല്ലാത്തവനും അതിൽ കീഴടങ്ങും. അന്ധവിശ്വാസം, അനാചാരം. ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. പല സമൂഹങ്ങളിലും ഇന്ത്യയിൽ എത്രയോ സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നു. കോടാനുകൂടി വരുന്ന യുവാക്കൾക്ക് തൊഴിലില്ല. ലോകത്തിലെ ആദ്യത്തെ ഏറ്റവും സാമ്പത്തിക അസമത്വമുള്ള 5 രാജ്യങ്ങളിൽ ഒരു രാജ്യം ഇന്ത്യയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. ഇന്ത്യയിൽ ലോകത്തിൽ സാമൂഹിക അസമത്വമുള്ള രാജ്യം ഇന്ത്യയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറയുന്നു. മൂലധന ശക്തികളുടെ വളർച്ച കഴിഞ്ഞ 4 കൊല്ലത്തിനുള്ളിൽ ഏറ്റവും അധികം കൂടിയ രാജ്യം ഇന്ത്യയിൽ. 210 കോടീശ്വരന്മാരായി ഇന്ത്യയിൽ. പണ്ടാകെ 1-2 ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള രാജ്യം ഇന്ത്യയാണെന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു രാജ്യത്ത് പോരാട്ടങ്ങളില്ല, ജനാധിപത്യ സമരമില്ല. അങ്ങനെയുള്ള ദരിദ്രന്മാരുടെ രാജ്യത്ത് വളരുന്നതാരാ? ഈ മതമൗലികവാദ സംഘടനകൾ. അങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയം പഠിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. തൊഴിലില്ലാത്ത യുവാക്കളുടെ കോടാനുകോടി എണ്ണമുള്ള രാജ്യത്ത്, കിടപ്പാടമില്ലാത്തവരുടെ രാജ്യത്ത്, 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന 36% ജനതയുള്ള രാജ്യത്ത് എങ്ങനെ ഫാസിസം വളരുന്നു? അത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അതിനെതിരെ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. ലോകപ്രശസ്ത സാമ്പത്തിക വിദഗ്ധൻ അമർത്യ സെന്നിന്റെ പുസ്തകത്തിൽ ഈ കണക്കുകൾ മുഴുവനുണ്ട്. ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യ എന്നുള്ള പുസ്തകം, ഗ്ലോറി ആൻഡ് കോൺട്രഡിക്ഷൻസ് ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം, ഇതിലൊക്കെ അദ്ദേഹം എഴുതി വെച്ചിട്ടുണ്ട് ഈ കാര്യങ്ങൾ. എങ്ങനെയാണിത് വളരുന്നത്? ഒരൊറ്റ കാരണമാണ്. അമർത്യ സെന്നായാലും രഘുറാം രാജൻ എന്ന മുൻ റിസർവ് ബാങ്ക് ഗവർണറായാലും ജോസഫ് ഷൂൾസ് എന്ന് പറയുന്ന സാമ്പത്തിക വിദഗ്ധൻ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിദഗ്ധൻ തോമസ് പിക്കിറ്റി, ഫ്രഞ്ച് സാമ്പത്തിക, അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ പറയുന്നത് മതമാണ്. മതത്തിന്റെ അന്ധവിശ്വാസം വളർത്തിക്കൊണ്ടാണ് ഫാസിസ്റ്റുകൾ അധികാരത്തിലിരിക്കുക. ഫാസിസ്റ്റുകൾക്ക് കൃത്യമായിട്ട് അറിയാം, ഇന്ത്യ ഐതിഹ്യങ്ങളുടെ നാടാണ്, കെട്ടുകഥകളുടെ നാടാണ്, സാങ്കല്പിക കഥകളുടെ നാടാണ്. ഐതിഹ്യം പറഞ്ഞുകൊണ്ടാണ് കഥകൾ പ്രചരിപ്പിക്കുക. അമ്പലങ്ങളിലും അല്ലെങ്കിൽ ക്ഷേത്രാങ്കണങ്ങളിലും ആരാധനാലയങ്ങളിലുമൊക്കെ ക്ഷേത്രകലകളിലൂടെ ഒക്കെ പണ്ടൊക്കെ നല്ല കലകളായിരുന്നു. കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, ഭരതനാട്യം, ഓട്ടംതുള്ളൽ, ചാക്യാർകൂത്ത്, ഇതൊക്കെ വലിയ സർഗാത്മകമായിട്ടുള്ള കലകളായിരുന്നു. ഇന്ന് പലയിടത്തും വേണ്ടാത്ത വരികൾ ഉപയോഗിച്ചുള്ള പാട്ടുകൾ എഴുതിക്കൊണ്ടുള്ള പലതരം ഡാൻസുകളാണ് പല അമ്പലങ്ങളിലും. അതിലൂടെ ആശയങ്ങളാണ് പ്രചരിപ്പിക്കപ്പെടുന്നത്, വേണ്ടാത്ത ആശയങ്ങൾ. ഇതൊക്കെ അതാൻ്റെ പ്രതിഫലനമാണ് കൂടൽമാണിക്യ ക്ഷേത്രത്തിലൊക്കെ കണ്ടത്.
സമത്വബോധം ഉയർന്നിട്ടുള്ള ഈ കേരളത്തിൽ പോലും അത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വാത്മീകി ചോദിക്കുന്ന ചോദ്യം, സർവ്വചരാചരങ്ങളെയും സ്നേഹിച്ച രാമൻ എവിടെ? അതാണ് വാത്മീകി ചോദിച്ചത്. അണ്ണാരക്കണ്ണനെയും കുരങ്ങന്മാരെയും കാട്ടാളന്മാരെയും ദളിതരെയും ആദിവാസികളെയും സ്ത്രീകളെയും മനുഷ്യരെയൊക്കെ ഒരുപോലെ ചേർത്ത് പിടിച്ച രാമൻ സീതാന്വേഷണത്തിന് പോകുമ്പോൾ ശബരിക്കാടുകളിലൂടെ പോകുമ്പോൾ ശബരി എന്ന തേജസ്വിനി രാമനെ കാത്തിരിക്കുകയാണ്, ഒരു വൃദ്ധ സന്യാസിനി. രാമനെയും ലക്ഷ്മണനെയും കണ്ടപ്പോൾ രാമൻ ചോദിച്ചു, അമ്മേ വിശക്കുന്നു, എന്തേലും തരൂ. അപ്പം അമ്മ ഈ മരത്തിൽ നിന്ന് പറിച്ച ഭക്ഷണം ഈ കായകനികൾ ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതേ ഉള്ളൂ മകനെ എന്ന് പറഞ്ഞപ്പോൾ ആ ദളിത് സ്ത്രീ ഭക്ഷിച്ച ഭക്ഷണത്തിൻ്റെ ഉച്ഛിഷ്ടം കഴിച്ചു ഭൂഗോള ചക്രവർത്തി ശ്രീരാമചന്ദ്രൻ, വാത്മീകി എഴുതി വെച്ച രാമായണത്തിൽ. ഇന്നത്തെ രാമന്മാർക്ക് ദളിതരെയും കണ്ടുകൂടാ, ആദിവാസികളെയും കണ്ടുകൂടാ, മനുഷ്യനെ തന്നെ കണ്ടുകൂടാ, എല്ലാവരും ചുട്ടുകൊല്ല. എന്നിട്ടും ഇന്ത്യക്കാരൻ ഈ രാമൻ്റെ പിന്നാലെ. വൈ ആർ വി തിങ്കിങ് ലൈക്ക് ദാറ്റ്? എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നു? അത് യഥാർത്ഥമായിട്ടൊരു അവബോധമില്ലാത്തതിൻ്റെ പേരിലല്ലേ? അങ്ങനെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമുക്കെടുക്കാം. ശ്രീരാമനെ നാട് കടത്തിയപ്പോൾ തോണി തുഴഞ്ഞ് സരയൂ നദിക്ക് അക്കുറത്തേക്ക് കടത്തിക്കൊടുത്തത് ഗുഹൻ എന്ന് പറയുന്ന ആദിവാസി രാജാവാണ്. ആ ആദിവാസി രാജാവിനെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീരാമചന്ദ്രൻ, വിയർപ്പടിഞ്ഞ ആദിവാസിയുടെ ദേഹം. നീ എൻ്റെ അച്ഛൻ്റെ സുഹൃത്താണ്, നിന്നെ ഞാൻ ബഹുമാനിക്കുന്നു, നീയാണ് കാട്ടിലെ രാജാവ്, ശ്രേഷ്ഠ പദവി നൽകി രാമചന്ദ്രൻ. ഇവിടെ ദളിതന്മാരെയും ആദിവാസികളെയൊക്കെ കാട്ടിൽ നിന്ന് ഇറക്കി വിടുക. അപ്പോൾ ബസ്കറിൽ, മധ്യപ്രദേശിലെ ബസ്കർ തീരപ്പറ്റി കാട്ടിനുള്ളിലുള്ള ലക്ഷക്കണക്കിന് മനുഷ്യരെയാണ് ഇറക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. അഡാനിക്കും അംബാനിക്കും കോർപ്പറേറ്റുകൾക്ക് അവിടുത്തെ കാട് വെട്ടിപ്പിടിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നു. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ഒറ്റ മാസത്തിനുള്ളിൽ 35 പേരെയാണ് വെടിവെച്ചു കൊന്നത്, നക്സലൈറ്റുകൾ എന്നുള്ളതിൻ്റെ പേരിൽ. നക്സലിസം എന്നുള്ള വാക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ ഗോത്രവർഗ വിഭാഗത്തിനെ മുഴുവൻ അവിടെ നിന്ന് അടിച്ചിറക്കിക്കൊണ്ട് 10,000-കണക്കിന് ഹെക്ടർ ഭൂമിയുള്ള വനം അഡാനിക്കും അംബാനിക്കും കൊടുക്കാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ മോഡി ഗവൺമെന്റ്. മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലൊക്കെയുള്ള വനമേഖലകളിൽ ഇതിനെതിരെ പ്രതിരോധം തീർക്കുന്നുണ്ടോ ആരെങ്കിലും? ആ പ്രതിരോധം തീർക്കുമ്പോഴല്ലേ സംസ്കാരം ഉണ്ടാവുക. മേധാ പട്കർ എത്ര സമരം ചെയ്തു ഈ ആദിവാസികൾക്ക് വേണ്ടി. അവരിപ്പോൾ കഴിഞ്ഞ മാസം പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടു മേധാ പട്കറെ. ആര് പ്രതികരിക്കുന്നു? ഇന്ത്യയിൽ ഒരാളും പ്രതികരിക്കുന്നില്ല. എല്ലായിടത്തും ഭൂമാഫിയകൾ, എല്ലായിടത്തും കോറി മാഫിയകൾ, എല്ലായിടത്തും ഡ്രഗ്സ് മാഫിയകൾ. ഇതിങ്ങനെ വളർന്നു വരികയല്ലേ? കേരളത്തിലടക്കം എത്ര മാഫിയകളുണ്ട് ആലോചിക്കേണ്ടേ നമ്മൾ. എന്തുകൊണ്ട് ഇപ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു? ഇതൊക്കെ ഒരു മാഫിയ സംഘത്തിന്റെ ക്രിമിനൽ ആക്ടിവിറ്റീസും മൂലധന ശക്തികളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ ഫലമായിട്ടുമാണ്. ചിന്തിക്കാത്തൊരു സമൂഹം ഉണ്ടാകുമ്പോൾ ഫാസിസം വളരുമെന്നവർക്ക് കൃത്യമായ ബോധ്യമുണ്ട്. അങ്ങനെ പുരാണങ്ങളെ ധ്വംസിക്കുന്നു. ഒന്നും നല്ല കാര്യങ്ങൾ പറയുക, രാമൻ ചെയ്ത നല്ല കാര്യം പറയില്ല, കൃഷ്ണൻ ചെയ്ത നല്ല കാര്യം പറയില്ല, ചെയ്യാത്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുമ്പോൾ കൗരവ സദസ്സിൽ വെച്ച് പാഞ്ചാലി ചോദിക്കുന്നുണ്ട് ഭർത്താക്കന്മാരോട്, നാണമല്ലേ തലകുനിച്ചിരിക്കാൻ? എൻ്റെ വസ്ത്രം മുഴുവൻ അഴിച്ചു മാറ്റുമ്പോൾ നിങ്ങൾ എന്താ പ്രതികരിക്കാത്തത്? ഭീഷ്മരോട് ചോദിക്കും, ദ്രോണരോട് ചോദിക്കും. മഹാഭാരതത്തിൽ ആർക്കും മറുപടിയില്ല. അവസാനം പാഞ്ചാലി ചോദിക്കുന്ന ചോദ്യം, എവിടെ ധർമ്മം? പിന്നെ കഥയുണ്ട്, ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് സാരി കൊടുത്തു എന്നൊക്കെയുള്ളത്. അത് കഥയിൽ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം, അതൊരു കവിയുടെ ഭാവനയാണ്. പക്ഷേ പാഞ്ചാലിയുടെ ചോദ്യമുണ്ട്, ധർമ്മം എവിടെ? ആ ധർമ്മം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഗ്രന്ഥകർത്താവ് വ്യാസൻ ഉത്തരം പറഞ്ഞില്ല. മഹാഭാരതം അവസാനിക്കുമ്പോൾ 1,25,000 ശ്ലോകം അവസാനിക്കുമ്പോൾ അവസാനത്തെ ശ്ലോകത്തിൽ വ്യാസൻ എഴുതി, ഞാനിതൊക്കെ പറഞ്ഞു ലോകത്തിനോട്, എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു, പല കഥാപാത്രങ്ങളിലൂടെയും പറഞ്ഞു കൊടുത്തു. പക്ഷെ ലോകത്തിന് സ്നേഹവും വേണ്ട, സഹിഷ്ണുതയും വേണ്ട, ധർമ്മം വേണ്ട. ധർമ്മത്തിന്റെ നിർവചനം എനിക്കും അറിയില്ല. അവസാനം എഴുതി വെച്ചതാണ്. അപ്പൊ നിങ്ങളുടെ ധർമ്മം നിങ്ങളുടെ ധർമ്മം, ഇദ്ദേഹത്തിന്റെ ധർമ്മം ഇദ്ദേഹത്തിന്റെ ധർമ്മം. അന്ന് എഴുതി വെച്ചിട്ടുണ്ടത്. RSSകാരന്റെ ധർമ്മം ഇപ്പൊ ഇവിടെ നടക്കുന്നുള്ളൂ. അതിനെതിരായ പോരാട്ടമാണ് രാജ്യം ആവശ്യപ്പെടുന്നത്. ഗാന്ധി അതിനെതിരെ പോരാട്ടം തുടങ്ങി. അംബേദ്കർ എന്ന് പറയുന്ന മഹാപ്രതിഭ, ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ്, 32 ഡിഗ്രിയും ബിരുദാനന്തര ബിരുദവുമുള്ള വലിയ പണ്ഡിതനാ ശിരോമണിയായിരുന്നു ഡോക്ടർ അംബേദ്കർ. 4 PhD അതിൽ. ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലകളായ അന്നും ഇന്നും ലോകത്തിലെ ഏറ്റവും പ്രഖ്യാതമായ സർവകലാശാലയ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സയൻസിലും ഇക്കണോമിക്സിലും ഹിസ്റ്ററിയിലൊക്കെ PhD എടുത്ത 1920കളിൽ ഇത്ര വലിയ ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടുള്ള അംബേദ്കറെ ഇന്ന് ഇന്ത്യ ചരിത്രം രേഖപ്പെടുന്ന എങ്ങനെയാ? ദളിത് നേതാവ്. അത് തന്നെ അബദ്ധമല്ലേ?
അംബേദ്കർ ഇന്ത്യയുടെ നേതാവാ, അത് പ്രത്യേക വിഭാഗത്തിന്റെ നേതാവാക്കി മാറ്റി ചരിത്രകാരന്മാരും ഈ സംഘപരിവാറും. അംബേദ്കർ എന്ന് പറഞ്ഞാൽ അമിത്ഷായ്ക്ക് പേടിയാണ്, പ്രധാനമന്ത്രിക്ക് പേടിയാണ്. കാരണം ഇന്ത്യയിലെ ജാതി മേധാവിത്വത്തിനെതിരെ, തൊട്ടുകൂടായ്മയ്ക്കെതിരെ, ഉച്ചനീചത്വങ്ങൾക്കെതിരെ അസന്നിഗ്ധമായ പോരാട്ടം നടത്തണമെന്ന് പറഞ്ഞു കൊടുത്ത ഏക നേതാവ് ഡോക്ടർ അംബേദ്കർ. ഗാന്ധി മാത്രമാണ് അംബേദ്കറുമായി സംവാദത്തിന് തുനിഞ്ഞിട്ടുള്ളത്. നെഹ്റു പോലും അതിനെ ശ്രമിച്ചിട്ടില്ല. കാരണം അംബേദ്കറിന് അഗാധമായ പാണ്ഡിത്യമായിരുന്നു. അങ്ങനെ ഉജ്ജ്വലമായ ആ സംവാദത്തിലൂടെ അവസാനം ഗാന്ധി അംബേദ്കറോട് അനുരസപ്പെടുന്നുണ്ട്. മനുസ്മൃതി എന്ന് പറയുന്ന RSSന്റെ ഈ പ്രാകൃത ഗ്രന്ഥം പട്ടപ്പകൽ 3 ഇഞ്ച് ആഴത്തിലൊരു കുഴി കുഴിച്ച് 6 ഇഞ്ച് നീളത്തിലൊരു കുഴി കുഴിച്ച് അംബേദ്കർ അതിലിട്ട് കത്തിക്കുകയാണ്. ജനക്കൂട്ടം നോക്കി നിൽക്കുമ്പോൾ മനുസ്മൃതി കത്തിക്കുക. ജാതി തുലയട്ടെ, ഉച്ചനീചത്വത്തിന്റെ ശ്മശാനം, തൊട്ടുകൂടായ്മയുടെ അന്ത്യം എന്നുള്ള 3 ബാനറുകൾ എഴുതി വെച്ച് ഈ മനുസ്മൃതി കത്തിക്കുമ്പോൾ ഒരു ഫോട്ടോ അവിടെ തൂക്കിയിട്ടു ആ പന്തലിൽ. ആ ഫോട്ടോ ഗാന്ധിജിയുടെ ഫോട്ടോ ആയിരുന്നു. ഗാന്ധി, ഇത് കണ്ടോളൂ ഞാൻ ചെയ്യുന്നത്, അങ്ങുമായിട്ട് മാത്രമാണ് എനിക്ക് സംവാദം, പക്ഷെ അങ്ങിത് കാണണം, ജാതി ഇന്ത്യ നശിപ്പിക്കുന്നത്. അങ്ങനെ മടുത്താണ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ഈ അംബേദ്കർ ബുദ്ധമത അനുയായിയായിട്ട് മാറിയത്. ആ ഗാന്ധി കേരളത്തിലേക്ക് വരുമ്പോൾ ഗുരുദേവനെ കാണുന്നുണ്ട്. അവർ തമ്മിലുള്ള ദീർഘ സംഭാഷണം വൈക്കത്ത് വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ സംഭാഷണം നടത്തുമ്പോഴാണ് ഗാന്ധിജി സംഭാഷണം അവസാനിക്കുമ്പോൾ പറഞ്ഞത് ഗുരുദേവനോട്, ഗുരുദേവ, എന്നെങ്കിലും ഈ ഹിന്ദുമതം രക്ഷപ്പെടുമോ? ഗുരുദേവന്റെ പ്രഖ്യാതമായ മറുപടിയുണ്ട്, മഹാത്മാവേ, അങ്ങ് ഒരു ജന്മം ഇനി ജനിച്ചാലും ഇത് രക്ഷപ്പെടില്ല. ഇത് അന്നേ പറഞ്ഞു വെച്ചതൊക്കെ. ആ പ്രഭാഷണം ഒരു 2 മാസം മുമ്പേ മാതൃഭൂമി മനോരമയിലൊക്കെ ഫുൾ കോളം വന്നിരുന്നു. ഈ 100ാം വാർഷികം ആഘോഷിച്ചപ്പോൾ ഗാന്ധിയും ഗുരുദേവനും കണ്ട അതിന്റെ 100ാം വാർഷികം. ഇതൊന്നും ഇന്ത്യക്കാരൻ വായിക്കില്ല. ജീവനെന്ത് ചെയ്യും? നമ്മൾ അറിയണ്ടേ യാഥാസ്ഥിക ചിന്താഗതിയെക്കുറിച്ച്, പറഞ്ഞു കൊടുക്കേണ്ടേ ജനങ്ങളോട്. ഈ ആശയപരമായിട്ടുള്ള ലെനിന്റെ പ്രസിദ്ധമായൊരു വാചകമുണ്ട്, സിദ്ധാന്തങ്ങളില്ലാതെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് പ്രവർത്തിക്കാൻ സാധ്യമല്ല. സിദ്ധാന്തങ്ങളും വേണം, അതിനോടൊപ്പം വെറും സംഘടനാ പ്രവർത്തനം നടത്തിയിട്ട് പ്രസ്ഥാനം മുന്നോട്ട് പോവില്ല. സിദ്ധാന്തം വേണം. സ്റ്റാലിൻ ഒന്നുകൂടി വിശദീകരിച്ചു, തിയറി വിത്തൗട്ട് പ്രാക്ടീസ് ഇസ് സ്റ്റെറൈൽ എന്ന് സ്റ്റാലിൻ പറഞ്ഞു. ദർശനങ്ങളില്ലാതെ പ്രവർത്തനം മാത്രമാണെങ്കിൽ അത് ജീർണിക്കും. ദർശനം മാത്രമായിട്ട് പ്രവർത്തനങ്ങളില്ലാതെ അപ്പോഴും ജീർണിക്കും. ഇത് രണ്ടും കൂടി ഒപ്പം കൊണ്ടുപോകണം. ഗുരുദേവൻ അതാ പറഞ്ഞതെന്ന്, മാർക്സ് അതാ പറഞ്ഞത്, ഗാന്ധിജി അതാ പറഞ്ഞത്. മനുഷ്യനെ മനുഷ്യനായി കാണുന്നൊരു സാമൂഹിക രാഷ്ട്രീയ അവസ്ഥ വരണ്ടേ? ഭക്ഷണത്തിന്റെ പേരിൽ, വേഷത്തിന്റെ പേരിൽ, പാർപ്പിടത്തിന്റെ പേരിൽ മതം പറഞ്ഞ ജനങ്ങളെ കൊല്ലുന്നു. ഇപ്പൊ തീവ്രവാദികൾ കൊന്നതും മതം ചോദിച്ചിട്ടല്ലേ? ഇപ്പൊ കാശ്മീർ ഈ അതിതീവ്ര ഭീകരവാദം ലോകത്തിൽ ഇന്നോ ഇന്നലെ ഉടലെടുത്തതല്ല. 1400 കൊല്ലത്തിന്റെ ചരിത്രമുണ്ട് ഈ അതിഭീകര തീവ്രവാദത്തിനൊക്കെ. ഞാൻ പറഞ്ഞു, തുർക്കിയിലും ഇംഗ്ലണ്ടിലും അയർലാൻഡിലും ബോസ്നിയ ഹെർസഗോവിന തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടന്ന ഭീകരമായ വംശഹത്യകൾ, റുവാണ്ടയിലും ജെറുസലേമിലുമെല്ലാം, അതൊക്കെ അതിഭീകര തീവ്രവാദമാണ്. അപ്പൊ അത്തരത്തിലുള്ള ജനങ്ങൾ ഇറങ്ങി വരുമ്പോൾ മതത്തിന്റെ ഭീകരമായിട്ടുള്ള സൈദ്ധാന്തികമായിട്ടുള്ള വിഷലിപ്തമായ വശങ്ങളിൽ കുടുങ്ങിക്കൊണ്ട് ഇത്തരം പ്രവൃത്തികൾ നോക്കുമ്പോൾ അവർക്ക് മനുഷ്യൻ എന്നുള്ള പ്രതിഭാസത്തിന് കാണില്ല, അവർ ശത്രുവായിട്ട് എല്ലാവരും കാണും. അങ്ങനെ തീവ്രവാദം വ്യാപരിച്ചത്. അൽ ഖൈദയായാലും IS ആയാലും മറ്റുള്ള സംഘടനകളായാലും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഹിന്ദുത്വ സംഘടനകളുടെ പ്രാകൃത ആശയങ്ങളൊക്കെ ഈ മനുഷ്യവിരുദ്ധ പ്രക്രിയയിലൂടെ ഒരു പ്രാചീന സംസ്കാരത്തിന് തിരിച്ചു കൊണ്ടുവരികയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് പഴയ കാലഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. ഉർദോഗൻ പറയുന്നത് പഴയ കാലഘട്ടത്തിലേക്ക് പോകാനാണ്. നെതന്യാഹു പറയുന്നത് പഴയ കാലഘട്ടത്തെക്കുറിച്ചാണ്. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് പഴയ ചിന്താഗതികളെ കുറിച്ചാണ്. വേദകാലഘട്ടത്തെക്കുറിച്ചാണ് ഇവർ പറയുന്നത്. RSS വൈദിക കാലഘട്ടമാണ് ഏറ്റവും ഉന്നതമായ കാലഘട്ടം, ബ്രാഹ്മണ്യം നിലനിന്ന കാലഘട്ടം. അതാണ് പുനരാവിഷ്കരിക്കേണ്ടതെന്ന് ചാതുർവർണ്ണ സംസ്ഥാപനത്തിലൂടെ ഇവർ തയ്യാറാകുന്നു. മോഹൻ ഭാഗവത് അതാണ് എപ്പോഴും ഉദ്ഘോഷിക്കാറ്. നെതന്യാഹു ഇസ്രായേലിൽ പറഞ്ഞു പഴയ മോസസിന്റെ കാലഘട്ടത്തിലേക്ക് പോകണം. ഉർദോഗാൻ തുർക്കിയിൽ പറഞ്ഞു ഖലീഫമാരുടെ സാമ്രാജ്യത്തിലേക്ക് പോകണം. ഇതൊക്കെ നടന്നതല്ലേ ഒരു കൊല്ലം മുമ്പ് ഈ പ്രസ്താവനകളൊക്കെ. അപ്പൊ എല്ലാവരുടെയും ഉദ്ദേശം ജനാധിപത്യം വേണ്ട, പഴയതിലേക്ക് പോകാം. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പാർലമെന്റ് ഉദ്ഘാടനത്തിൽ ചെങ്കോലും പിടിച്ചുകൊണ്ട് സന്യാസിമാരുടെ അകമ്പടിയോടുകൂടി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആ ചിത്രത്തിലൂടെ വെളിവാക്കിയതെന്താ? ഇന്ത്യക്കാരാ, പഴയതിലേക്ക് പോകും. അത് കണ്ടിട്ടും ജനകോടികൾ കൈയടിച്ചു. പ്രധാനമന്ത്രി ചെങ്കോലും പിടിച്ചു വരുന്ന കണ്ടപ്പോൾ എന്തൊരു രാജ്യമാണ് ഇന്ത്യ! ജവഹർലാൽ നെഹ്റു ഇരുന്ന കസേരയാണെന്ന്.
ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററിയും അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ തുടങ്ങിയ വിശ്വപ്രസിദ്ധ ഗ്രന്ഥങ്ങൾ എഴുതിയ ലോക പണ്ഡിതനായ ജവഹർലാൽ നെഹ്റു എന്ന കസേരയിലാണ്. പുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒറ്റ പുസ്തകം വായിക്കാത്ത ഇദ്ദേഹം ഇരുന്ന് ഭരിക്കുന്നു കഴിഞ്ഞ 10 കൊല്ലമായിട്ട്. പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏർപ്പാടുണ്ടാവില്ല. കാരണം പുസ്തകം അറിവ് നൽകും, മനുഷ്യനെക്കുറിച്ചുള്ള അറിവ് നൽകും. പുസ്തകം വായിക്കാത്തപ്പോൾ വളരെ സ്വാർത്ഥതയാണ്, ഈഗോ ആണ്. അതിൽ ഇദ്ദേഹം പറഞ്ഞത് ഞാൻ ദൈവത്തിൻ്റെ സന്തതിയാണെന്നാണ് പറഞ്ഞത് പാർലമെന്റ് ഇലക്ഷന് മുന്നേ. 1 മാസം മുമ്പ് പറഞ്ഞു അല്ല ഞാൻ ദൈവത്തിൻ്റെ അല്ല മനുഷ്യൻ്റെ തന്നെയാണെന്ന്. അഹങ്കാരം തലയിൽ കയറി എല്ലാവർക്കും അതൊക്കെ തോന്നും. പിന്നെന്ത് ചെയ്യാനാണ്? അത് പ്രധാനമന്ത്രി മാത്രമല്ല, ഇന്നത്തെ ഒരു പഞ്ചായത്ത് ലെവൽ മുതൽ ഡൽഹിയിരിക്കുന്ന ആൾക്കാരെ വരെ നോക്കിയാൽ അറിയാം അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവങ്ങളായിട്ട് നടക്കുന്ന ജനപ്രതിനിധികൾ പല പാർട്ടികളിലുണ്ടത്. മുഖ്യമന്ത്രിമാർ മുതൽ പ്രധാനമന്ത്രി വരെ, മന്ത്രിമാർ മുതൽ എല്ലാ മന്ത്രിമാരും ഒക്കെ അഹങ്കാരം. എന്താ കാരണം? ഞാനെന്നുള്ള ഭാവം. ഇന്നൊക്കെ വലിയതാരും. അതാണ് ഈ ഉപനിഷത്ത് പറയുന്നത്, മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു ഞാനാണ്. ഞാനെന്നുള്ള ഭാവം ഉള്ളിടത്തോളം കാലം മാനവികത ഉണ്ടാവില്ല. സർക്കാർ ഓഫീസിലും ഇല്ലേ ഞാനെന്നുള്ള ഭാവം? നീയാണോ ഞാനാണോ വലുതെന്ന പ്രശ്നം ഓരോരുത്തർക്കും. ടീച്ചർമാരുടെ ഇടയിലുണ്ട്, ഡോക്ടർമാരൊക്കെ ഇങ്ങനെ രോഗികളെ ചാക്കിട്ട് പിടിക്കാൻ ഏജന്റുമാരെ ഏൽപ്പിച്ചിരിക്കുക പുറത്ത്. വക്കീൽമാരുടെ സ്ഥിതിയും പറയണ്ട. കേസ് ഉണ്ടായിന്ന് കേട്ടോ അവിടെ പോയിട്ട് ഏജന്റുമാർ പോയി പിടിക്കുക കേസ്. എന്തൊരു അൺഎത്തിക്കലാണ് ഇതൊക്കെ. എന്ത് സംസ്കാരമാണ് പിന്നെ ഈ രാജ്യത്ത് വളരുന്നത്? പൈസയുടെ സംസ്കാരം, പണാധിപത്യത്തിൻ്റെ സംസ്കാരം, സ്വാർത്ഥതയുടെ സംസ്കാരം. പണമുണ്ടെങ്കിൽ എല്ലാമാകാം, അല്ലെങ്കിൽ അധികാരമുണ്ടെങ്കിൽ എന്താമാകാം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പണം നോക്കിയിട്ടും അധികാരം നോക്കിയിട്ടുമല്ല ഈ രാജ്യത്ത് വളർന്നു വന്നത് മുഴുവൻ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഈ വൈകൃതങ്ങളെ അലങ്കരിച്ചൊരു സംസ്കാരത്തിനാണ് രാജ്യം ഇന്ന് കൂട്ടുനിൽക്കുന്നത്. അപ്പൊ ഫാസിസം ആദ്യം പുഷ്ടപ്പോ ഈ മത അധിഷ്ഠിത സിദ്ധാന്തങ്ങൾ, രണ്ടാമത് ചരിത്ര ധ്വംസനം. ആ ചരിത്രം നെഹ്റുവിനെ പഠിപ്പിക്കാൻ പാടില്ല, മൗലാന ആസാദിനെ പഠിപ്പിക്കരുത്, ഗുരുദേവനെ പഠിപ്പിക്കരുത്, ഈ നവോത്ഥാന നായകന്മാരുടെ ചരിത്രം പഠിപ്പിക്കരുത്, മുഗളന്മാരുടെ ചരിത്രം പഠിപ്പിക്കരുത്. ഇതൊക്കെ പറയും. പക്ഷെ നമ്മളായിട്ടുള്ള അമ്മമാരും അച്ഛന്മാരും കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഈ രാജ്യത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? നമുക്കതിന് സമയമുണ്ടോ? എല്ലാവരും പറയും കനത്ത ജോലി തിരക്കാണെന്ന്. പണ്ടുണ്ടായിരുന്നു ഈ ജോലി തിരക്കൊക്കെ, ഗാന്ധിക്കും ഉണ്ടായിരുന്നു ജോലി തിരക്ക്. പക്ഷെ അദ്ദേഹം രാജ്യത്തിനെ ഉദ്ബോധിപ്പിച്ചു. നമ്മൾ നടന്ന് രാജ്യത്തിനെ ഉദ്ബോധിപ്പിക്കണമെന്നുള്ള പറഞ്ഞ് രണ്ടാളോടെങ്കിലും വർത്തമാനം പറഞ്ഞുകൂടെ ഒരു ദിവസം രാജ്യത്തിന്റെ ചരിത്രത്തെക്കുറിച്ച്? രണ്ടാളോട് പറഞ്ഞുകൂടെ? അവരൊരു ദിവസം 100 ആളോട് പറയുന്നുണ്ട് സംഘപരിവാർ അവരുടെ ചരിത്രം. അതുകൊണ്ട് അവരുടെ ചരിത്രം വളരുന്നത്. അത് പൈശാചികമായ പ്രവർത്തനം, അത് വളർത്തിക്കൊണ്ടുവരികയാണ്. നമുക്ക് ഈ ചരിത്രബോധത്തിന് വിട്ടുനിൽക്കുന്നു. ഗാന്ധിജിയെക്കുറിച്ച് 10 A4 ഷീറ്റിൽ ഒരു പ്രബന്ധം എഴുതാൻ പറഞ്ഞാൽ MA പഠിക്കുന്ന കുട്ടികളൊന്ന് കുഴങ്ങും. പലർക്കും എഴുതാൻ പറ്റില്ല. അല്ലെങ്കിൽ നെഹ്റുവിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞാൽ പഠിപ്പിക്കുന്ന അധ്യാപകന്മാർക്കും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. കാരണം അധ്യാപകന്മാർ പണ്ട് പഠിച്ചതിന് ശേഷം പുസ്തകം കൈകൊണ്ട് വിട്ടിട്ടില്ല. 80% അധ്യാപകന്മാരും പണ്ട് പഠിച്ചതെങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പല വിദ്യാലയങ്ങളിലും. ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുന്ന അതൊക്കെ നമ്മുടെ തലമുറയിലൊക്കെ പഠിപ്പിച്ച അധ്യാപകൻ എന്ന് പറഞ്ഞാൽ വിജ്ഞാന ശിരോമണികളാണ്. മലയാള അധ്യാപകന് ഇംഗ്ലീഷ് അറിയാം, ഇംഗ്ലീഷ് അധ്യാപകന് സയൻസ് അറിയാം, ഒക്കെ അറിയാം. പഴയ ഞങ്ങളുടെയൊക്കെ കാലത്ത് പഠിപ്പിച്ച അധ്യാപകന്മാർക്ക് ഇന്നും അവനവൻ്റെ സബ്ജക്റ്റ് മാത്രം പണ്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പുസ്തകം തൊട്ടില്ല. എല്ലാവരും ഞാൻ പറയുന്നില്ല, ഒരു 70% അധ്യാപകന്മാരും. അപ്പൊ ഈ ചിന്തകളെ ജീർണിപ്പിക്കുമ്പോൾ, ചരിത്ര ധ്വംസനം നടത്തുമ്പോൾ മുഗളന്മാർ പാടില്ല, നെഹ്റു പാടില്ല, ടിപ്പു സുൽത്താൻ പാടില്ല, ഒന്നും പാടില്ല. അവർക്കെതിരായിട്ടുള്ള ചിന്തകൾ വളരണം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇന്നലത്തെ പ്രസ്താവന മുഗളന്മാരെ പഠിപ്പിക്കണ്ട. അക്ബർ എന്ന് പറയുന്ന ചക്രവർത്തിയാണ് അക്ബർ നാമ എഴുതാൻ പണ്ഡിതന്മാരോട് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ. അക്ബർ നാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് എഴുതി വെച്ച പുസ്തകമാണത്. ഇപ്പൊ ഈ കാണുന്ന സിവിൽ സർവീസ് ഇല്ലേ, നിങ്ങളുടെയൊക്കെ മേഖലയിലുള്ള സിവിൽ സർവീസ്, എങ്ങനെയാണ് ജില്ല പ്രവർത്തിക്കേണ്ടത്, സംസ്ഥാനം പ്രവർത്തിക്കേണ്ടത്, വില്ലേജ് പ്രവർത്തിക്കേണ്ടതെന്ന് ഇന്ത്യക്കാരന് പഠിപ്പിച്ചു കൊടുത്ത മഹാനായ ചക്രവർത്തിയാണ് അക്ബർ. അതിനെപ്പറ്റി എഴുതിയ ഗ്രന്ഥമാണ് അക്ബർ നാമ. അബ്ദുൽ നിഷാരി എന്ന് പറയുന്ന പണ്ഡിതനാണ് അത് എഴുതിയത്. അബ്ദുൽ ഖാദർ ബൂദിയാനി എന്ന പണ്ഡിതനാണ് രാമായണം പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. അക്ബറിന്റെ നിർദ്ദേശാനുസരണം ഋഗ്വേദം തർജ്ജമ ചെയ്തു. ഷാജഹാന്റെ പുത്രനായ ദാറാഷോക്കുവാണ് വിജ്ഞാന ഭണ്ഡാകാരമായ 10 ഉപനിഷത്തുകൾ പേർഷ്യൻ ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത്. ഇതൊക്കെ മുഗളന്മാരുടെ സംഭാവനയല്ലേ? അല്ല, അവരവിടെ പഠിപ്പിക്കാൻ പാടില്ല. ദാറാഷോക്ക് പുസ്തകം തർജ്ജമ ചെയ്യുമ്പോൾ, ഓരോ പേജും തർജ്ജമ ചെയ്യുമ്പോൾ പുസ്തകത്തിന്റെ ഇടതുവശത്ത് എഴുതും ഓം ശ്രീ ഗണപതേയ നമഃ. പുസ്തകത്തിന്റെ പേജിന്റെ വലതുഭാഗത്ത് എഴുതും ബിസ്മില്ലാഹിർ റഹീം. ആ തർജ്ജമ ചെയ്ത പുസ്തകം ഈജിപ്ഷ്യൻ ലൈബ്രറിയിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട് കേട്ടോ. ഈ RSS ഒന്ന് പോയി നോക്കിയാൽ മതി. ഇതൊന്നും ഇന്ത്യക്കാരനോട് പറഞ്ഞു കൊടുക്കുന്നില്ല.
ഇത് പറഞ്ഞു കൊടുക്കുന്നവൻ്റെ പേരാണ് ഇടതുപക്ഷ പ്രവർത്തകന്മാർ. പറഞ്ഞു കൊടുത്തേ പറ്റൂ. അല്ലെങ്കിൽ പൊന്നാനി അടക്കമുള്ള പ്രദേശത്ത് ഭീകരമായൊരു സംസ്കാരം രൂപപ്പെടും വരുന്ന 10-15 കൊല്ലത്തിൻ്റെ ഉള്ളിൽ. മതേതരത്വത്തിൻ്റെ സംസ്കാരം, സാഹോദര്യത്തിൻ്റെ സംസ്കാരമുള്ള ഭൂമിയാണ് പഴയ പൊന്നാനി താലൂക്ക് പറഞ്ഞാൽ ഏതാണ്ട് കൊടുങ്ങല്ലൂരിൻ്റെ വടക്ക് ഭാഗം മുതൽ ഇങ്ങോട്ട് ഫറൂഖ് വരെയുള്ള പ്രദേശം, അപ്പുറത്ത് കൂറ്റനാട് വരെയുള്ള പ്രദേശമാണ് പൊന്നാനി താലൂക്ക്. സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലാണ് പൊന്നാനി. മതേതരത്വം, സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം എല്ലാ രംഗങ്ങളിലും മതിയുഗപ്രഭാവന്മാർ ജീവിച്ച പ്രദേശം. എടശ്ശേരി, ഉറൂബ്, കടമനാട് കുട്ടീഷൻ, അട്ടിത്തം, സി രാധാകൃഷ്ണ സാർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു, MT വാസുദേവൻ നായർ, ഇവരൊക്കെ ജനിച്ചതും ജീവിച്ചതൊക്കെ ഈ മണ്ണിലാണ്. മാലപ്പാട് നാരായണ മേനോൻ, ബാലാമണി അമ്മ, മാധവിക്കുട്ടി ഒക്കെ ഈ മണ്ണിന്റെ സന്തതികളാണ്. M ഗോവിന്ദൻ, മാർക്സിസ്റ്റ് പണ്ഡിതനായ K ദാമോദരൻ ഈ മണ്ണിലൂടെ നടന്ന ആൾക്കാരാ. EMS, പൂന്താനം, മേൽപ്പത്തൂര്, തുഞ്ചത്തെഴുത്തച്ഛൻ ഒക്കെ അവിടെ ജനിച്ചവരാണ്. ചിന്തകളുടെ പ്രവാഹമല്ലേ ഇവർ നടത്തിയത്. കേളപ്പൻ സ്ഥിരം നടന്നിരുന്ന ഭൂമിയാണ്. അപ്പൊ അങ്ങനെ വലിയൊരു സംസ്കാരത്തിനെ അവർ പടുത്തുയർത്തിയത് ചിന്തകളിലൂടെയാണ്, ദർശനങ്ങളിലൂടെയാണ്. അതുകൊണ്ട് സഖാവേ ഞാൻ സ്ഥലമാറ്റം മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടല്ല. ഇപ്പോഴത്തെ പണി അതാ ഭൂരിഭാഗം ആൾക്കാർ. ചിന്തകളാണ് വേണ്ടത്, ആശയപ്രവാഹമാണ് വേണ്ടത്. ആ ആശയപ്രവാഹം എന്ന് നശിക്കുന്നുവോ അന്ന് സംഘപരിവാർ മുന്നിലെത്തും, ഈ ഫാസിസ്റ്റുകൾ മുന്നിലെത്തും. ഗാന്ധിയെ പഠിപ്പിക്കേണ്ടെന്ന് പറയാൻ ഇവർക്ക് എന്താ അധികാരം? ഗാന്ധിജിയുടെ വധിച്ചവർ ഇന്ത്യ ഭരിക്കുന്നു എന്ന് പറഞ്ഞ നാണം തോന്നില്ലേ നമുക്ക്? ഒരാൾ പറഞ്ഞു, ഇപ്പോൾ അടുത്ത മണ്ഡലത്തിലെ MP തൃശ്ശൂരത്ത്, ഞാൻ ബ്രാഹ്മണനാവാൻ ആഗ്രഹിക്കുന്നു. എവിടേക്ക് എത്തുന്ന ഈ രാജ്യം? അത് പറയാതെ കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. BJPയുടെ ഒരു 2 MPമാരും കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, സുപ്രീം കോടതി എന്തൊരു വൃത്തികെട്ട കോടതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് ഒന്നിനും അധികാരമില്ല, അധികാരം ഞങ്ങൾക്കാണ്. സുപ്രീം കോടതി ഞങ്ങൾ പറഞ്ഞു കേൾക്കണം. ഏത് ലോകത്തേക്കാണ് നമ്മൾ ഈ പോകുന്നത്? അപ്പൊ ഇതിനെതിരെ ചിന്തിക്കണ്ടേ? ഇതിനെതിരെ നമ്മൾ പ്രവർത്തിക്കണ്ടേ? അപ്പോഴല്ലേ സാംസ്കാരികമായിട്ടുള്ള ഒരു ഗഹനമായ മുന്നേറ്റം ഉണ്ടാവുക. ഓരോ ദിവസവും ഇത്തരത്തിലുള്ള പാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ, ലോകത്തിലെല്ലായിടത്തും. അപ്പൊ ആ പാതകങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ടത് നമ്മൾ ഗഹനമായിട്ടുള്ള ആശയപരമായ വ്യാപരണത്തിലൂടെയാണ്. നമ്മൾക്ക് കഴിയാവുന്ന 10 ആളോട് പറയുക, അല്ലെങ്കിൽ 5 ആളോട് പറയുക. ഗാന്ധിയും പഴയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ ചെയ്തതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങളോടൊന്നും പറയാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമുക്ക് ഒരു ദിവസം ഒരു 10 ആളോട് 5 ആളോട് വർത്തമാനം പറഞ്ഞുകൂടെ? രാഷ്ട്രീയ ബോധവൽക്കരണം നടത്തിക്കൂടെ? എന്താണ് മുഗളന്റെ സംഭാവന? എന്താണ് ടിപ്പുവിന്റെ സംഭാവന? ടിപ്പു സുൽത്താനാണ് ഈ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അല്ലെങ്കിൽ അധികാരികളുടെ വെടികൊണ്ട് ഏറ്റുമരിച്ച ഒരൊറ്റ ചക്രവർത്തി ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെട്ടിട്ട്. ടിപ്പു മാത്രമാണ് വെടികൊണ്ട് ഏറ്റുമരിച്ചത്. പഴശ്ശിരാജ മരിച്ചത് സ്വന്തം പ്രദേശത്തിലെ കരം പിരിക്കാനുള്ള അനുവാദം കിട്ടുന്നതിന് വേണ്ടി സമരം ചെയ്തപ്പോഴാണ് ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ വെടിവെച്ചത്. ടിപ്പു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടത്തിയിട്ടാണ്. അതെന്താ നമ്മൾ പറഞ്ഞാൽ ഇവർ പറയുന്നു ടിപ്പുവിനെ പഠിപ്പിക്കരുത്. ടിപ്പു ഇതിൽ കൂടെയാണല്ലോ പോയത് 1780കളിൽ. ഇതിയെ പോയിട്ട് കൊടുങ്ങല്ലൂരുടെ ആലയിൽ ചെന്നിട്ട് തിരിച്ചു വരി അച്ഛൻ മരിച്ചു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ തിരിച്ചു വന്നാണ്. ആ ടിപ്പു ഇവിടെ പോകുമ്പോൾ ഏതെങ്കിലും അമ്പലം അവിടെ തകർത്തു എന്നാണ് ഇവർ പറയട്ടെ. കാഞ്ചി കാവേരി നദീയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കാഞ്ചി കാമകോടി പീഠ അന്നത്തെ സ്വാമികളുടെ മഠത്തിലേക്ക് അന്നദാനത്തിനുള്ളും ഭക്ഷണത്തിന്റെ വസ്തുക്കളും ദൈനംദിന മാസച്ചെലവിലുള്ള പണവും ടിപ്പു കൊടുത്തേച്ചിരുന്നു. 10-25 കൊല്ലം. ടിപ്പുവിന്റെ പ്രധാനമന്ത്രിയുടെ പേര് പൂർണ്ണയ്യ, ബ്രാഹ്മണനാണ്. ടിപ്പുവിന്റെ 12-അംഗ മന്ത്രിസഭയിൽ 9 പേര് ഹിന്ദുക്കളാണ്. ഇതൊന്നും എന്താ ഇവർ പറയാത്ത? ചരിത്രം പരിശോധിക്കണ്ടേ? ദുർവ്യാഖ്യാനം നടത്തുക. അപ്പൊ അത്തരത്തിലുള്ള ദുർവ്യാഖ്യാനം നടത്തുമ്പോൾ ഈ സാധാരണക്കാരായ ഹിന്ദു വിഭാഗം എന്ന് പറയുന്നവർ വിശ്വസിക്കുന്നു, അവർ മുസൽമാനെതിരാകുന്നു. അതാണ് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചരിത്രദംശനം. ആ ചരിത്രദംശനം അനുവദിക്കാൻ പാടില്ല. അപ്പൊ ചരിത്രത്തിനെ നമ്മൾ തിരിച്ചു പിടിക്കണം. ഗാന്ധിയെ തിരിച്ചു പിടിക്കണം, നെഹ്റുവിനെ തിരിച്ചു പിടിക്കണം. ഈ സന്യാസിമാര് പോയിട്ട് മോഡിയെ കടന്നു വന്നില്ല ചെങ്കോലും പിടിച്ചുകൊണ്ട്. ഈ സന്യാസിമാരുടെ മുൻഗാമികളാണ്, കാഞ്ചീപുരം ആശ്രമത്തിലെ മുൻ സന്യാസിമാരാണ് 949 രാഷ്ട്രപതി ഭവനിലേക്ക് പോയത്. ബാബു രാജേന്ദ്ര പ്രസാദ് പ്രസിഡന്റ് ആകുന്നതിന് 1 കൊല്ലം മുമ്പ് രാജേന്ദ്ര പ്രസാദ് വിളിച്ചു വരുത്തിയതാ രാഷ്ട്രപതി ഭവന്റെ ഹോമം നടത്താൻ. മൗണ്ട് ബാറ്റൻ വിട പറഞ്ഞ കൊട്ടാരത്തിൽ ഒന്ന് പൂജ നടത്തിയിട്ടേ ഞാൻ കയറുള്ളൂ. അങ്ങനെ രാജഗോപാലാചാരിയും സർവേപ്പള്ളി രാധാകൃഷ്ണനും സർദാർ പട്ടേലൊക്കെ കൂടി പൂജയ്ക്ക് പോയി. നെഹ്റു പോയില്ല. നെഹ്റു പിടിച്ചു കൊണ്ടുവന്ന് നിർബന്ധിച്ച് കൈ പിടിച്ച് രാജഗോപാലാചാരി ആ പൂജയിലൊന്ന് വന്നിരുന്നോളൂ 10 മിനിറ്റ് എന്നുണ്ട്. പിറ്റത്തെ കൊല്ലം പ്രസിഡന്റാവാൻ പോവാണ് ആര്? രാജേന്ദ്ര പ്രസാദ്.
അപ്പം നെഹ്റു പോയിട്ട് 10 മിനിറ്റ് ചമ്രം പടിഞ്ഞിരുന്നു അവിടെ. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെഹ്റു പറഞ്ഞു, ഈ കോമാളിത്തരം കാണാൻ എന്നെ കിട്ടില്ല എന്നിട്ട് ഇറങ്ങിപ്പോ ഈ സ്വാമിമാരുടെ പൂജയും ഹോമവും കാണാൻ. അപ്പോൾ രാജേന്ദ്ര പ്രസാദ് വന്ന് കൈ പിടിച്ചു. ഒരു കാര്യം കൂടി പറയാൻ, എന്താ ജനുവരി 26-ാം തീയതി അല്ലേ റിപ്പബ്ലിക് ഡേ? അതെ, അങ്ങനെയാണല്ലോ നമ്മൾ തീരുമാനിച്ച്. അതൊന്ന് 25 ആക്കണം അല്ലെങ്കിൽ 27 ആക്കണം. എന്തേന്ന് ചോദിച്ചു. ജ്യോത്സ്യന്മാർ പറഞ്ഞിട്ടുണ്ട് 26 അത്ര ഗുണമുള്ള ദിവസമല്ലാന്ന്. രാജേന്ദ്ര പ്രസാദ് പറഞ്ഞ നെഹ്റുവിനോട്. അപ്പം നെഹ്റുവിൻ്റെ സുപ്രസിദ്ധമായ മറുപടിയുണ്ട്, ഒന്നെങ്കിൽ ഇവിടെ ഇരിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിപ്പോവുക. ഇന്ത്യൻ പ്രസിഡന്റിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞത്. അങ്ങനത്തെ ഒരു പ്രധാനമന്ത്രി നാട് ഭരിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇപ്പം ആർക്ക് വേണം നെഹ്റുവിന്? ഇപ്പം ഇങ്ങനത്തെ പ്രധാനമന്ത്രിമാരെ വേണം. എന്തൊരു അധഃപതനമാണ് ഈ രാജ്യത്തിൻ്റെ. കുറെ ബുള്ളറ്റ് ട്രെയിൻ ഓടിച്ചിട്ടും അല്ലെങ്കിൽ വേറെ വല്ല സാങ്കേതിക ശാസ്ത്ര വികസനം അതൊക്കെ ഉണ്ടാവട്ടെ, അതിനൊന്നും എതിരല്ല നമ്മൾ. സുനിത വില്യംസ് 9.25 മാസം ബഹിരാകാശത്ത് താമസിച്ച് വന്ന് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിപതിച്ച് കരയ്ക്ക് കയറി വരുമ്പോൾ ഇന്ത്യക്കാരൻ എന്താ ചെയ്തത്? നാഗ്പൂർ പട്ടണത്തിൽ ഔറംഗസീബിന്റെ ശവകുടീരം എവിടെ നോക്കിയിട്ട് തല്ലി പൊളിക്കാൻ നടക്കുക. അതേ ദിവസം ഇന്ത്യക്കാരൻ്റെ ബുദ്ധി എവിടെ? ലോകത്തിൻ്റെ ബുദ്ധി എവിടെ? ഇവിടെ മതം മാത്രമേ ഉള്ളൂ, രാമൻ മാത്രം. എല്ലാവരെയും തകർക്കുക, മുസൽമാനെ തകർക്കുക, ക്രിസ്ത്യാനികളുടെ 125 പള്ളിയാണ് മണിപ്പൂരിൽ പൊളിച്ച്. എന്ത് സംസ്കാരം ഇത്? പ്രതികരിക്കണ്ടേ ഇതിനൊരു? ക്രൈസ്റ്റ് പറഞ്ഞത് സാഹോദര്യമല്ലേ, സ്നേഹമല്ലേ? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനല്ലേ? പക്ഷെ ബിഷപ്പന്മാരത് പഠിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോഴത്തെ ക്രൈസ്തവ ബിഷപ്പന്മാർക്ക് 3 കോടി 2 കോടി ഉൾപ്പെടെ റോൾസ് റോയ്സിലും ബെൻസിനും സഞ്ചരിക്കാതെ ക്രിസ്തുമതം പ്രചരിപ്പിക്കാൻ പറ്റില്ല. മരിച്ച പോപ്പ് ലാളിത്യത്തിൻ്റെ പ്രതീകമായിരുന്നു. ഒരു ചെറിയ റൂമിലാണ് താമസിച്ച്. റോമൻ സെയിൻറ്റ് പീറ്റേഴ്സ് കത്തീഡ്രലിലെ ഏറ്റവും ആഡംബര മുറിയിൽ താമസിക്കാതെ കഴിഞ്ഞ 9 കൊല്ലം ഈ മരിച്ച പോപ്പ് ഒരു ചെറിയ മുറിയിലാണ് താമസിച്ചത്. അതാണ് ക്രൈസ്റ്റിൻ്റെ ഫോളോവർ. കേരളത്തിലെ ബിഷപ്പുമാർക്കടക്കം 2 കോടി 1 കോടി ഉൾപ്പെടെ ബെൻസിൽ സഞ്ചരിക്കാതെ ക്രിസ്ത്യൻ മതം ഇങ്ങനെ ഇറങ്ങി വരില്ല. മുസ്ലിം മൗലവിമാരുടെ സ്ഥിതി തന്നെ. വലിയ വലിയ സാമുദായിക നേതാക്കന്മാരല്ലേ മലബാറിൽ മതം പ്രചരിപ്പിക്കുന്നവർ, വലിയ എന്താ അവരൊക്കെ എത്ര ആഡംബര പ്രതീകങ്ങളാണ്. നബി പറഞ്ഞാണോ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഇതൊക്കെ സാംസ്കാരിക ബോധത്തിൽ ഉണരണം. സാമുദായിക ശക്തികളുടെ വളർച്ചയാണ് കേരളം കാണുന്നത്. അതിനെതിരെ പോരാടണം. പോരാടുമ്പോഴാണ് ഫാസിസം ഇല്ലാതെയാവുക. അല്ലാണ്ട് സാമുദായിക നേതാക്കളെ കണ്ട മുട്ടുപറയ്ക്കുന്ന രാഷ്ട്രീയ നേതാക്കളുണ്ടായാൽ പിന്നെ ഫാസിസം അല്ലാതെ ജനാധിപത്യം വളരും. ഒരാളിവിടെ വന്നില്ലേ, ശ്രീനാരായണ ഗുരു ശിഷ്യനാണെന്ന് പറഞ്ഞുകൊണ്ട് മലപ്പുറത്ത് വന്നിട്ട് അസംബന്ധം പ്രസംഗിച്ചില്ലേ? അയാളെ കാണുമ്പോഴും മുട്ടുപറയ്ക്കും പലർക്കും. എന്തൊരു കേരളം! ഇതാണോ രാഷ്ട്രീയം? ഇവിടെയാണ് സംസ്കാരം ഉയർത്തെഴുന്നേൽക്കേണ്ടത്. പ്രത്യയശാസ്ത്രത്തിൻ്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അതിൻ്റെ ബന്ധിതനാകരുത്. പ്രത്യയശാസ്ത്രത്തിലൂടെ വിശാലമായ ലോകത്തെ കാണാനാണ് മാർക്സ് പറഞ്ഞത്. ലെനിൻ ആവർത്തിച്ചു, മാർക്സ് എഴുതി വെച്ച കാര്യങ്ങൾ ശരിയായിക്കൊള്ളുന്ന ഒരു നിർബന്ധവുമില്ല. അത് സാമൂഹിക ചലനത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് അതിനെ വികസിപ്പിച്ചെടുക്കുക എന്നാണ് കമ്മ്യൂണിസ്റ്റുകാരൻ്റെ കടമ എന്നാണ് ലെനിൻ എഴുതി വെച്ച്. അല്ലാണ്ട് മാർക്സ് പറഞ്ഞത് അവസാനത്തെ വാക്യാന്നും ലെനിൻ എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളിപ്പോഴും 50 കൊല്ലം മുമ്പ് വിളിച്ച മുദ്രാവാക്യം തന്നെ ഇപ്പോഴും വിളിക്കണം. ഇൻകുലാബ് സിന്ദാബാദ്, അതായിക്കോട്ടെ, നല്ല മുദ്രാവാക്യം. ധർണാസമരം സിന്ദാബാദ്, അഴിമതി തുടച്ചു നിൽക്കുക. ഏത് അഴിമതി? ഇത് കൂടാന്നല്ലാണ്ട് കുറേയുണ്ട്. മഹാഭാരതത്തിലെ തുടങ്ങിയ അഴിമതി ഇപ്പം അതിൻ്റെ ഇരട്ടി 1000 ഇരട്ടിയായി അഴിമതി. അപ്പം അതിനെതിരായിട്ട് ചിന്തിക്കണമെങ്കിൽ സാംസ്കാരിക ബോധം വളരണം. രാഷ്ട്രീയ പ്രവർത്തനോടൊപ്പം സാംസ്കാരിക അവബോധം ഉണർന്നെഴുന്നേൽക്കണം. മനുഷ്യനെ മനുഷ്യനായി കാണണം. ഉള്ളവനാണ് കിടപ്പാടമില്ലാത്തവൻ, ഭക്ഷണം കിട്ടാത്തവൻ, പാർപ്പിടമില്ലാത്തവൻ എന്ന് പറയണം. ഇന്ത്യയിൽ അമർത്യാസൻ പറഞ്ഞല്ലോ, ഞാൻ സൂചിപ്പിച്ചല്ലോ, 36% ശുദ്ധജലമില്ലാത്ത, ശുദ്ധവായു ഇല്ലാത്ത, ശൗചാലയമില്ലാത്ത, 2 നേരം മാത്രം ഭക്ഷണം കഴിക്കുന്നവരാണെന്ന് അമർത്യാസൻ എഴുതി വച്ചിരിക്കുന്നത്. നിഷേധിച്ചിട്ടില്ല മോഡി. ഈ കഴിഞ്ഞ എന്താ പറയാ, അംബാനിയുടെ വിവാഹം നടന്നു. മകന്റെ 5000 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള വിവാഹം നടന്ന് ആ സമയത്ത് ന്യൂയോർക്ക് ടൈംസിൽ വിവാഹം നടന്ന് 2 ദിവസം കഴിഞ്ഞ് അമർത്യാസന്റെ ലേഖനം വന്നു. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയുടെ പ്രൊഫസറാണ്, അവിടെ നിന്നിട്ട് താമസിക്കുന്നത്. അതിനും കാരണമുണ്ട്, ഇങ്ങോട്ട് വരണ്ടെന്ന് മോഡി പറഞ്ഞു 2018 ഈ പുസ്തകം എഴുതിയതിൻ്റെ ശേഷം. ആ ലേഖനത്തിൽ അദ്ദേഹം എഴുതി, മിസ്റ്റർ മോഡി, അംബാനിയുടെ മകന്റെ 5000 കോടി രൂപ മുടക്കിക്കൊണ്ടുള്ള കല്യാണം അയാളുടെ കാര്യം. പക്ഷെ ആ പൈസ എവിടെ നിന്ന് വരുന്നു എന്ന് ആലോചിക്കണം. ഈ രാജ്യത്ത് 36% ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷത്തിൽ വരിക്കുമ്പോൾ നിങ്ങളുടെ രാജ്യത്ത് എന്ത് ജനാധിപത്യം? എൻ്റെ രാജ്യമാണ് ഭാരതം. ഇപ്പോഴും ഇന്ത്യൻ പാസ്പോർട്ട് അമർത്യാസന്. എൻ്റെ രാജ്യമാണ് ഭാരതം. എൻ്റെ രാജ്യത്തിൽ ഭക്ഷണമില്ല, വെള്ളമില്ല, ശൗചാലയമില്ല. വാട്ട് ഈസ് ഡെമോക്രസി എന്ന് അദ്ദേഹം ചോദിച്ചത്. അത് ചോദിക്കാൻ ഇന്ത്യയിൽ ആളില്ല.
അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. സാംസ്കാരിക അവബോധത്തിനെ വളർത്തുക എന്നുള്ളത് വിദ്യ പകർന്നു കൊടുക്കുന്ന അധ്യാപകന്മാർക്കും ജനങ്ങളോട് ഇടപെടുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പ്രതിജ്ഞാബദ്ധതയുള്ള രാഷ്ട്രീയ സാമൂഹിക പൊതുപ്രവർത്തകന്മാരുടെയും കടമയാണ്. അള്ളാഹുവും നബി തിരുമേനിയും ക്രിസ്തുദേവനും യഹോവയും കൃഷ്ണനും രാമനും ഒക്കെ പറഞ്ഞത് സാഹോദര്യവും സഹിഷ്ണുതയും സമത്വബോധവുമാണ്. അതിനെ തകർത്തുകൊണ്ട് പള്ളികളും അമ്പലങ്ങളും ഭക്തിയുടെ യഥാർത്ഥ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന പവിത്രതയുടെ ആരാധനാ മൂല്യങ്ങളാകണം, അല്ലാതെ അന്ധവിശ്വാസത്തിന്റെ ആരാധനാ മൂല്യങ്ങളാകരുത്. ഇവിടെ ചന്ദനപ്പൊട്ട് തൊട്ടാലും നിസ്കാരത്തളമ്പ് കണ്ടാലും കുരിശുവര കണ്ടാലും ആരും പരിഭ്രമിക്കേണ്ട കാര്യമില്ല, വേദനിക്കേണ്ട കാര്യമില്ല. എല്ലാം ഒത്തുചേർന്ന സംഗമ ഭൂമിയാണ് ഭാരതത്തിന്റെ പൈതൃകം. ഇവിടെ ഏകം സത് വിപ്ര ബഹുദാവതന്തി പറഞ്ഞ നാടാണിത്. എല്ലാം ഒന്ന് തന്നെ. വിപ്രന്മാർ അതിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നു. സത്യം ഒന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് വേദങ്ങൾ പറഞ്ഞത്. ചാന്ദ്യോഗ്യ ഉപനിഷത്ത് പറഞ്ഞു തത്വമസി. അതിനേക്കാൾ വലിയൊരു വിപ്ലവ മുദ്രാവാക്യം കാറൽ മാർക്സ് പോലും എഴുതിയിട്ടില്ല. തത്വമസി, അത് നീയാകുന്നു. നീ എന്തിനെ തേടി നടക്കുന്നുവോ അത് നീ തന്നെ. അത് RSSകാരൻ പറഞ്ഞു കൊടുക്കില്ല. ഉപനിഷത്ത് കൈകൊണ്ട് തൊടില്ല. അവരാകത്തോടുന്ന് മനുസ്മൃതിയും വിചാരധാരയും മാത്രമേ ഉള്ളൂ. തത്വമസി, നീ എന്തിനാ വേറെ ഉള്ളവരെയും തിരഞ്ഞെടുക്കണം? നീ തന്നെയാണത്. അത് എഴുതി വെച്ച ഒറ്റ അമ്പലമാണ് തെക്കേ ഇന്ത്യയിൽ ശബരിമല. 18 പടി കയറി പോകുമ്പോൾ ആദ്യ ബോർഡുണ്ട് അവിടെ. പക്ഷെ അവിടെ ചെല്ലുന്ന കോടിക്കണക്കിന് അയ്യപ്പ ഭക്തന്മാർക്ക് ബോർഡ് വായിച്ചാലും ചിലപ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കേരളത്തിലടക്കം വളർന്നുകൊണ്ടിരിക്കുന്ന അനാചാരവും അന്ധവിശ്വാസവും. നരബലി അടക്കം കേരളത്തിൽ നടന്നു. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അമ്പലങ്ങളിൽ പോയി കഴിഞ്ഞാൽ സഹോദരിമാരും സഹോദരന്മാരും പോയി കഴിഞ്ഞാൽ ഗുരുവായൂരമ്പലത്തിൽ പോയി തൊഴുതുകൊണ്ട് പുറത്ത് പ്രദക്ഷിണ വഴിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നാളെ പോയി നോക്ക്, കാണാം. സഹോദരിമാരാണിച്ചിൽ നല്ല സാരി കേട്ടോ, നല്ല മാല കേട്ടോ, ഇതെവിടുന്ന് വാങ്ങിയത്? അമ്പലത്തിനുള്ള ചർച്ചയാണ്. പുരുഷന്മാരുടെ ചർച്ചകളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസംഗം നന്നായിട്ടോ, പ്രധാനമന്ത്രി അതിനേക്കാൾ നന്നായിട്ടോ. അമ്പലത്തിൽ ചർച്ച. എന്ത് ഭക്തി, ഏത് ഭക്തി? ഭക്തി പ്രകടിപ്പിക്കുന്ന എങ്ങനെയാ? പൂജാരിക്ക് ദക്ഷിണ കൊടുക്കുക, അതാണ് ഭക്തി. മേൽശാന്തിക്ക് കുറെ ദക്ഷിണ കിട്ടും എല്ലാ ദിവസവും. ഭഗവാനോടല്ലേ ആത്മാർപ്പണം നടത്തേണ്ടത്. എന്താണ് ഭക്തി എന്ന് വ്യാസൻ എഴുതി വെക്കുന്നുണ്ട് ഭാഗവതത്തിൽ. പക്ഷെ ആരിത് വായിച്ചിരിക്കുന്നു? അതൊന്നും വായിക്കാത്തത് കൊണ്ടാണ് സാംസ്കാരിക അധപ്പതനം വരുന്നതും അനുഷ്ഠാനങ്ങളും അനാചാരങ്ങളും വർദ്ധിക്കുന്നതും. അർജുനനും ശ്രീകൃഷ്ണനും നടന്നു പോവുകയായിരുന്നു യമുനാ നദിയുടെ തീരത്തുകൂടെ. ഇപ്പൊ വെള്ളം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൊന്തും, ഇടയ്ക്ക് താഴും. അർജുനന് പേടിയാവാൻ തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോൾ. വല്ല പള്ളപ്പൊക്കം വരികയാണോ എന്ന് വിചാരിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു കുറച്ചുകൂടി നടക്കുക, എന്താ ഉണ്ടാവണം നോക്കാലോ. കുറച്ചുകൂടി ദൂരം പോയപ്പോൾ ഭീമസേനൻ വെള്ളത്തിൽ മുങ്ങുകയാണ്. മുങ്ങുമ്പോൾ ഭീമന്റെ ശരീരം 10,000 ആനയുടെ ശക്തിയുള്ള ശരീരം എന്നാണ് വിവരണം. അപ്പോൾ ആ ഭീമൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ അതിനനുസരിച്ച് വെള്ളം പൊന്തും, പിന്നെയും താഴും വെള്ളം. 5 പ്രാവശ്യം മുങ്ങിക്കുളിച്ച് കുറച്ച് വെള്ളം കയ്യിലെടുത്തിട്ട് പഴയ കാരണവന്മാരൊക്കെ ചെയ്യുന്നത് പോലെ ആകാശത്തേക്ക് തർപ്പണം ചെയ്യും, നാമം ചൊല്ലിയിട്ട. എപ്പോഴും പഴയ അമ്പലക്കുളങ്ങളിലൊക്കെ ചെന്നാൽ കാണാം വളരെ അപൂർവമായിട്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞിട്ട് ഭീമൻ നാമം ചൊല്ലൊരു 5 മിനിറ്റ്. എന്നിട്ട് ഭീമൻ കയറി പോവാണ്. ഇത് ഇവരിങ്ങനെ കാണുക. അപ്പൊ അർജുനൻ പറയാ കൃഷ്ണനോട്, വ്യാസൻ എഴുതി വെക്കുന്ന കഥയാട്ടോ, ഇത് കമ്മ്യൂണിസ്റ്റുകാരൻ പ്രചരിപ്പിക്കുന്ന കഥയല്ല. അപ്പോ അർജുനൻ പറയാം, കൃഷ്ണ എൻ്റെ ഏട്ടൻ 5 മിനിറ്റ് നാമം ചൊല്ലിയത്, അതൊന്നൊരു ഭക്തിയല്ല. ഞാൻ 24 മണിക്കൂറും നാരായണ 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 കൃഷ്ണ 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 എന്ന് പറഞ്ഞിട്ട് നടക്കുക. ഞാനല്ലേ ഏറ്റവും വലിയ ഭക്തൻ. അപ്പൊ കൃഷ്ണനൊരു പണിയുണ്ട്. കൃഷ്ണൻ ഈ തമാശയിൽ കൂടെ എല്ലാവരുടെയും അഹങ്കാരം ശമിപ്പിക്കുന്ന ആളാണ്, സൂത്രപ്പണികളൊക്കെ ഒപ്പിക്കുന്ന ആളാണ്. അപ്പൊ കൃഷ്ണന്റെ മറുപടിയുണ്ട്, അർജുന എൻ്റെ ഏട്ടൻ 5 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ മനസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ. നീ 24 മണിക്കൂറും നാമം ചെല്ലുമ്പോൾ നീ ഇടയ്ക്ക് പാഞ്ചാലിയെ നോക്കും, ഇടയ്ക്ക് ദുര്യോധനെ നോക്കും, ഇടയ്ക്ക് ദുശാസനെ നോക്കും, ഇടയ്ക്ക് ധർമ്മപുത്രനെ നോക്കും, വർത്തമാനം പറയും. അതല്ല ഭക്തി. അത് ഈ ഗുരുവായൂർ പോണവരും എല്ലാ മഠത്തിൽ പോണവരൊന്ന് വായിച്ചാൽ മതി യഥാർത്ഥ ഭക്തി എന്ന്. അല്ലാണ്ട് ശബരിമല വിഷയത്തിൽ നാമം ചൊല്ലിയിട്ട് കേരളം മുഴുവൻ നടന്നില്ലേ കുറെ കുലസ്ത്രീകൾ? എന്ത് ഭക്തി? ഭക്തി എന്താണ്? അയ്യപ്പൻ പറഞ്ഞിട്ടുണ്ട്, തത്വമസി ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്ത്രേ തുഭ്യം നമോ നമ എന്നാണ് ശാസ്ത്രീയ ശ്ലോകം. ആര് എഴുതി വെച്ചോന്നും തർക്കം വേണ്ട. ഇതിന്റെ ഫിലോസഫി മനസ്സിലാക്കണം. ആ ഫിലോസഫിയിൽ നിന്ന് വ്യക്തി മാറിയിട്ട് ആചാരാനുഷ്ഠാനങ്ങളിലേക്ക് കടന്നപ്പോൾ വർഗീയത വളരുന്നു, മതതീവ്രവാദം വളരുന്നു, രാജ്യം നശീകരിക്കപ്പെടുന്നു. ഇതിനെതിരായിട്ട് ഗാന്ധിയും അംബേദ്കറും നെഹ്റുവും ഒക്കെ പൊരുതിയത്, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ പൊരുതിയത്. ലോകത്തിലെ ആദ്യത്തെ പ്രണവമന്ത്രം ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവ ധീമഹിം ധിയോ യോന പ്രചോദയാത്. ഓം എന്നുള്ള മന്ത്രം കഴിഞ്ഞാൽ രണ്ടാമത്തെ മന്ത്രം
വേദങ്ങളിലുണ്ട്, ഉപനിഷത്തുകളിലുമുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? പ്രപഞ്ചത്തിലേക്ക് വെളിച്ചം തരുന്ന നാഥ, എല്ലാ ചരാചരങ്ങളിലേക്കും ആ വെളിച്ചം പ്രവേശിക്കുമ്പോൾ എൻ്റെ ബുദ്ധിയിലേക്ക് ആ വെളിച്ചം പ്രവേശിച്ച് ബുദ്ധിയെ വികസിപ്പിക്കണമേ, ലോകത്തിനെ ഒന്നായി കാണാൻ. ഈ 4 വരിയുടെ അർത്ഥം ബുദ്ധി വികസിക്കണം, ലോകത്തിനെ ഒന്നായി കാണാൻ എന്ന് വെച്ചാൽ ചിന്ത വളരണം. ആരെഴുതിയത്? 2900 കൊല്ലം മുമ്പ് ജീവിച്ച മഹാമഹർഷിമാർ. ഇന്ന് ഇന്ത്യയിൽ വളരാത്തതും ഈ ചിന്ത മാത്രം. ചിന്തിക്കാൻ ആരുമില്ല, അവനാൻ്റെ കാര്യം നടക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക. അപ്പോൾ സംസ്കാരം വളരില്ല. വർഗീയവാദികൾ മുതലെടുക്കും, ഫാസിസ്റ്റുകൾ മുതലെടുക്കും. അതുകൊണ്ട് ചിന്തകളിലൂടെ, ദർശനങ്ങളിലൂടെ, ആശയങ്ങളിലൂടെയുള്ള ഉജ്ജ്വലമായ പോരാട്ടം നടത്തുമ്പോൾ ചരിത്രത്തിനെ തിരിച്ചു പിടിക്കാം, മതത്തിന്റെ ഉയർന്ന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കാം, സഹിഷ്ണുത തിരിച്ചു പിടിക്കാം. അല്ലാതെ കറുത്തിരുണ്ട മെലിഞ്ഞ കൃഷകാത്രനായിട്ടൊരു വൃദ്ധനെ വെടിവെച്ച് കൊന്നപ്പോൾ ആ വെടിയുണ്ടയെ ഭേദിച്ചുകൊണ്ട് പോയി വലിയ വലിയ കാറ്റുകൾ വീശിയപ്പോൾ പ്രപഞ്ചം തന്നെ കരഞ്ഞു നിന്നപ്പോഴും ഇന്ത്യയിലെ ജനലക്ഷങ്ങൾ ആ മഹാത്മാവിന്റെ ശവമഞ്ചം പേറിക്കൊണ്ട് ഘോഷയാത്രയിൽ നടന്നു നീങ്ങിയപ്പോൾ ആ വാഹനത്തിൽ പണ്ഡിറ്റ് നെഹ്റു ഇരുന്ന് കരയുകയായിരുന്നു. മൗണ്ട് തൊട്ടപ്പുറത്തുണ്ട്, അപ്പുറത്ത് സരോജിനി നായിഡു ഉണ്ട്. അങ്ങനെയുള്ള നെഹ്റുവിനെ പൊട്ടിക്കരയാണ് ഗാന്ധിജിയുടെ ശവമഞ്ച നടക്കുന്ന വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ. അപ്പൊ സരോജിനി നായിഡു തോളത്ത് തട്ടി പറയാ, എന്തിനാണ് നെഹ്റു കരയുന്നത്? മഹാത്മാവ് മരിക്കേണ്ടത് വെടിയേറ്റിട്ട്, അല്ലാണ്ട് പനി പിടിച്ചിട്ടല്ല. വെടിയേറ്റിട്ടാണ് മരിക്കേണ്ടത്. ഗാന്ധിജി പറഞ്ഞു വെടിയേൽക്കുന്നതിന് 10 കൊല്ലം മുമ്പേ. ഞാൻ 32 കൊല്ലമായി ഈ ഷർട്ടിടാണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. 26 ഇഞ്ചിന്റെ വലിപ്പമുള്ളൂട്ട് ആ ഷർട്ടിന്. എത്ര ഇഞ്ചെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല, നമുക്ക് കണ്ടാ അറിയാം. തുണിയില്ലാതെ നടന്നു, വെച്ചോ വെടി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പോഴത്തെ ആൾക്ക് 56 ഇഞ്ചും വേണം, 100 പട്ടാളം വേണം, പ്രധാനമന്ത്രിക്കും വേണം, മുഖ്യമന്ത്രിമാർക്കും വേണം, കമാൻഡോസ് എല്ലാവർക്കും വേണം, വലിയ നേതാക്കന്മാരല്ല. ആ ആള് കുപ്പായിടാണ്ട് നടന്ന് എന്ത് ചെയ്യും? എന്തൊരു മാറ്റമാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മൂലധന ശക്തികളുടെ രാഷ്ട്രീയം. ഭ്രമിപ്പിക്കുന്ന ആഡംബരതയുടെ പ്രതീകങ്ങളായി ജനങ്ങളെയും ജനപ്രതിനിധികളെയും മറ്റുള്ളവരെയും മാറ്റുമ്പോൾ ജനാധിപത്യം തളരും, ഫാസിസം വളരും. അപ്പം അതിനെതിരായിട്ട് തടകുടഞ്ഞ് എഴുന്നേൽക്കുക എന്നുള്ളതാണ് ഈ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ ആശയം മനസ്സിൽ സ്വീകരിച്ചിട്ടുള്ള സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളുടെയും കടമ. അതിന് മുൻപന്തിയിൽ നിൽക്കേണ്ടതാണ് ആശയപ്രചരണത്തിൽ സർക്കാർ ജീവനക്കാർ. അപ്പം അത്തരത്തിലുള്ള വലിയൊരു പോരാട്ടം നിത്യജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ജനാധിപത്യത്തിന് ഒരു നൈതിക ബോധമായി കാണുക. അല്ലാതെ 5 കൊല്ലം കൂടെ നടക്കുമ്പോഴുള്ള വോട്ടാവകാശമല്ല ജനാധിപത്യം. അതൊരു നിത്യജീവിതത്തിൻ്റെ നൈതിക ബോധമാണ്. ആ നൈതിക ബോധത്തിനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ചുറ്റും നടക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന മനുഷ്യരെ മനുഷ്യനായി കണ്ടുകൊണ്ട്, മനുഷ്യ നീ തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുമെന്ന് ടാഗോർ പാടിയതുപോലെ ഈ എൻ്റെ രാജ്യത്തില് മനുഷ്യനെ തലയുയർത്തിപ്പിടിച്ചു നിൽക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. എൻ്റെ രാജ്യത്തിൽ അർദ്ധരാത്രിയിലും തലയുയർത്തിപ്പിടിച്ചുകൊണ്ട് മനുഷ്യന് നടക്കാറാവുന്ന രാഷ്ട്രീയ സാഹചര്യം വേണം. എൻ്റെ നാട്ടിലെ മനുഷ്യൻ അവനെ സ്വന്തം മനുഷ്യനെ പോലെ കാണണം. അങ്ങനെയുള്ളൊരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഞാൻ പോരാടുമെന്ന് പറഞ്ഞ മഹാകവി രവീന്ദ്രനാഥ് ടാഗോറിന്റെ നാടാണിത്. ആ വലിയ വലിയ സാംസ്കാരിക പൈതൃകത്തിനെ തിരിച്ചുപിടിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ ഫാസിസത്തിനെ പരാജയപ്പെടുത്താൻ സാധിക്കും. വഴിപാട് സമരങ്ങളും സമ്പ്രദായ രീതികളും മാറ്റി അസന്നിഗ്ധമായിട്ടുള്ള പോരാട്ടത്തിൽ ഫാസിസം അടിസ്ഥാനപരമായി ഭീരുക്കളാണ് ഹിറ്റ്ലറും മുസോളിനിയും. ചെങ്കൊടി പിടിച്ചിട്ടുള്ള പട്ടാളം മോസ്കോയിൽ നിന്ന് ഏതാണ്ട് ബെർലിനെത്തിയപ്പോഴേക്കാണ് തന്റെ കൊട്ടാരത്തിന്റെ അടിയിലുള്ള ഭൂഗർഭ അറയിൽ പോയി ഒളിച്ചിരുന്ന ഹിറ്റ്ലർ വിഷം കഴിച്ച് മരിച്ചത്. കാമുകിയായ ഈവാ ബ്രൗണും വിഷം കൊടുത്തു കൊന്നു. ഈ പട്ടാളം വരുന്നത് കണ്ടപ്പോൾ, ജനക്കൂട്ടത്തിന്റെ പട്ടാളം വരുമ്പോൾ, മുന്നണി വരുമ്പോൾ ഫാസിസ്റ്റുകൾ പേടിക്കും. മുസോളിനിയെ റോമാ പട്ടണത്തിലെ ജനങ്ങൾ കല്ലെറിഞ്ഞ് ഓടിച്ചു അതിർത്തി വരെ. സ്പെയിനിലേക്ക് കടക്കുന്നതിന് മുമ്പ് അവിടെ വീണിട്ടാണ് മരിക്കുന്നത്. ചരിത്രം ആവർത്തിച്ചുകൂടാനില്ല പല രാജ്യങ്ങളിലും. അതിന് മനുഷ്യ മഹാമുന്നണി വളരണം, മനുഷ്യന്മാരുടെ സംഘടിത ശക്തി. അതിനേക്കാൾ വലിയൊരു ശക്തിയില്ല. അതാണ് ലോക സംസ്കാരവും ചരിത്രവും നമ്മളോട് പഠിപ്പിക്കുന്നത്. അതിനായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും സുത്യർഹമായിട്ടുള്ള സേവനങ്ങൾ, ജീവിതത്തോട് കാണിക്കേണ്ട പ്രതിജ്ഞാബദ്ധത എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. എല്ലാവിധ അഭിവാദ്യങ്ങളും ഈ സമ്മേളനത്തിന് അർപ്പിക്കുന്നു. ലാൽ സലാം.